നൈറ്റ് ഇവന്റ് ആയ മിസ്റ്റർ ആൻഡ് മിസ് അഷൂറിന്റെ ഫൈനൽസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 2 റൗണ്ടിന്റെ സ്ക്രീനിങ് കഴിഞ്ഞ് മാക്സിമം ഫ്രം ദിസ് കോളേജ് 6 പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ബിഫോർ ബിഗിനിങ് ദാറ്റ് വി വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് അവർ ജഡ്ജസ്. Let's welcome our judges. Joe sir, Department of ECE. Thomasudi sir, Department of Mechanical Engineering. Anju miss, Department of Computer Science. And നമുക്ക് എക്സ്റ്റേണൽ ജഡ്ജായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ അലൂമിനിയം യെസ് ഷോർട്ട് ഫിലിം പിന്നെ അടുത്തായി ഇറങ്ങിയ കാനായിലെ മദ്യപാനികൾ എന്നതിൻ്റെ ഡയറക്ടർ കൂടിയായ അഖിൽ ചേട്ടനാണ്. സോ ഹാർട്ടി വെൽക്കം യു ഓൾ സർ. താങ്ക് യു. പാർട്ടിസിപ്പൻസിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഐ കോൾ അപ്പോൺ സ്റ്റെഫി മേരി തങ്കച്ചൻ, S8 കമ്പ്യൂട്ടർ സയൻസ്. ജിബി ജോസഫ്, S6 EC. മീനു മന്മഥൻ, S8 കമ്പ്യൂട്ടർ സയൻസ്. ഡെനിൽ സ്കറിയ, S6 EC. സ്നേഹ മാർഗരറ്റ്, S8 ECE. സാൽജോ സൈമൺ, S6 കെമിക്കൽ. ഇവർ 3 പേരുമാണ് ഫ്രം ബോയ്സ് ആൻഡ് ഗേൾസ് റെസ്പെക്റ്റീവ്ലി മിസ്റ്റർ ആൻഡ് മിസ് അഷൂറിന്റെ ഫൈനൽ മത്സരിക്കാൻ പോകുന്നത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതൊരു റൗണ്ട് വൈസ് പ്രോസസ് ആയിരിക്കും. പെർ റൗണ്ട് ഇവാലുവേഷൻ നടന്നിട്ട് ഫൈനൽ ഒരു ഇന്റർവ്യൂ റൗണ്ട്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് സീറ്റ് പ്ലീസ് ബി സീറ്റ്. ഫസ്റ്റ് റൗണ്ട് ഒരു പ്രോപ്പർട്ടി റൗണ്ട് ആണ്. ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ട് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫുള്ളി യൂസിങ് ദ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് തരുന്ന പ്രോപ്പർട്ടി മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ ആൻഡ് യു മസ്റ്റ് യൂസ് ഇറ്റ് ഇൻ ഫുൾ. Chess number 1 will be on stage, Steffi Mary. സ്റ്റെഫിക്ക് കൊടുത്തിരിക്കുന്നത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ഉപയോഗിക്കണം. തന്നിരിക്കുന്ന അളവ് ഫുള്ളിൽ കഴിച്ചുകൊണ്ട് വേണം ഇൻട്രൊഡക്ഷൻ നടത്താൻ. ഇൻട്രൊഡക്ഷനിൽ നിന്ന് ജഡ്ജസിന് നിങ്ങളെക്കുറിച്ചുള്ള 1 മിനിറ്റിലുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. ആദ്യത്തെ പച്ചമാങ്ങ കഴിക്കുമ്പോൾ ഞാൻ ടൈമർ ഇവിടെ ഓൺ ആക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ്. ഓക്കെ, ഇതൊരു പച്ചമാങ്ങയാണ്. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ വളരെ പച്ചയായ ഒരു സ്ത്രീയാണ്. എനിക്ക് ഇതിനകത്ത് ഒരു മഞ്ഞ കളറുണ്ട്. അതുപോലെ എൻ്റെ ഉള്ളിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സംഭവമുള്ളൂ. അല്ലാതെ ഞാൻ ഇതിനകത്ത് ഒരു എന്താ പറയുക എക്സ്ട്രാ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു അഡൾട്രേഷൻ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് വളരെ റോ ആയിട്ടുള്ള സംഭവമാണ്. ഇത് കുറച്ചും കൂടി പഴുത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കൂടും. അതേപടി ഞാൻ ഒരാളോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾക്ക് എന്തും ഞാൻ ചെയ്യും. നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും, നല്ലൊരു സപ്പോർട്ടർ ആയിരിക്കും, അങ്ങനെയെല്ലാം ആയിരിക്കും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ എവിടെ വേണേലും കിട്ടും. അതേപടി ആൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും 10 സെക്കൻഡ് കൂടെ തരാം. 2 കഷ്ണം ബാക്കിയുണ്ട്. ആൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്നെക്കുറിച്ച് മൊത്തത്തിൽ പറയാനാണെങ്കിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. പച്ചമാങ്ങ ഇഷ്ടമില്ലാത്ത ആരും കാണില്ല. താങ്ക് യു. 5 കഷ്ണം പച്ചമാങ്ങ കൊടുത്തതിൽ 4 കഷ്ണം പച്ചമാങ്ങ സ്റ്റെഫി കഴിച്ചിട്ടുണ്ട്. പച്ചമാങ്ങയുടെ ഗുണം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഓർക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ജിബി ജോസഫ്. ജിബിക്ക് കിട്ടിയിരിക്കുന്നത് നാരങ്ങയാണ്. ഒരു നാരങ്ങ കൊടുത്തിരിക്കുന്ന അളവിൽ നാരങ്ങ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. Your time starts now. നമസ്കാരം, എൻ്റെ പേര് ജിബി. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു നാരങ്ങയാണ്. നാരങ്ങ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പിഴിഞ്ഞ് ചേർക്കാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ മാക്സിമം. എന്നെയും എന്തിൻ്റെ കൂടെയും പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ ജ്യൂസ് അടിക്കാം, എന്നെയും ജ്യൂസ് ആക്കാം. ഓക്കേ ഫൈൻ. 30 സെക്കൻഡ് ഉണ്ട്. ഞാൻ വളരെ ഒരു കുഴപ്പവും പറ്റത്തില്ല, മൊത്തം കഴിക്കാൻ പറ്റും. കഴിച്ചു. ഞാൻ നാരങ്ങയെ പോലെ തന്നെ വളരെ വെർസിറ്റൈൽ ആയിട്ടുള്ള ഒരാളാണ്. അത് തീർന്ന സ്ഥിതിക്ക് അടുത്ത കഷ്ണം എടുത്തു. അതിന് താങ്ക് യു. 1 മിനിറ്റ് കഴിഞ്ഞു. താങ്ക് യു. സോ പച്ചയായ ഒരു മനുഷ്യന്റെ നാരങ്ങ കഴിച്ചുള്ളൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അതായിരിക്കും അവസാനത്തെ വിധി. മീനു മന്മഥൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് മീൻകറികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഇഞ്ചിയാണ്. Your time starts now. Good afternoon, one and all.
Yes, as spicy and as a tinge as ginger, myself, Meenu Manmadan, upon yourself on this stage. This ginger is not at all for the spiciness as he has said in fish curry, but it has also called a lot of medicinal values. Even I would like to spread my positive energy and medicinal values. Medicinal values means what? Deweigh all the negative energies from my surrounding people like this ginger does. Medicinal value. Keep away your distress and bring you well-being. Yes, I'm also trying to do the same thing through myself. Being shut into 4 walls all these times, this ginger is my inspiration. Like I am trying to be powerful. Ginger, being powerful, being more energetic and being vibrant. That is again another meaning for something known as ginger. Not only the tinge of taste in any fish curry. And also let me say, in this world, in this time, as a 5 girl, seconds. as a woman, I'm doing this as a Thank ginger, you. be powerful. Thank you. മൊത്തം യൂസ് ചെയ്തോ? മൊത്തം യൂസ് ചെയ്തായിരുന്നു? ടോട്ടൽ യൂസ് ചെയ്തോ? ആ അടുത്തത് ഡെനിൽസ് കറിയ. ചുമ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തു കുരുമുളക്. മാക്സിമം പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ആൾക്കായിരിക്കും വെയിറ്റേജ്. യു ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, എൻ്റെ പേര് ഡെനിൽസ് കറിയ. കുരുമുളക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഞാൻ അത്ര എക്സ്പെൻസീവ് അല്ല. പിന്നെ ഈ സാധനത്തിന് ഭയങ്കര വാല്യൂ ആണ്, എനിക്ക് ഭയങ്കര വാല്യൂ ആണെന്ന് തോന്നുന്നു. അത് ക്ലാസ്സിലുള്ളവർ ചോദിച്ചാൽ അറിയാം. പിന്നെ കുരുമുളകിന് കറുപ്പ് കളറാണ്. എന്നെ കണ്ടിട്ട് കറുപ്പായിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? തോന്നുന്നുണ്ടെങ്കിൽ കറുപ്പാന്ന് വിചാരിച്ചോ, ബട്ട് എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ അത്ര കറുപ്പല്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ കുരുമുളക് നമ്മളൊരു ബെസ്റ്റ് ക്വാളിറ്റി കുരുമുളക് നമ്മൾ 2 ഇനം ക്രോസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നല്ലൊരു അപ്പനും നല്ലൊരു അമ്മയ്ക്കും ഉണ്ടായതാണ് ഞാൻ. പിന്നെ ഈ കുരുമുളകിന് കുറേ സബ്ബായിട്ടുള്ള കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ എനിക്ക് സബ്ബായിട്ടൊരു 3 ചേച്ചിമാരുണ്ട്. ആ 3 ചേച്ചിമാരും ഈ നല്ല ക്വാളിറ്റിയിൽ നിന്ന് വന്നുകൊണ്ട് അവർ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇത്ര സ്പൈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ കുറച്ചൊക്കെ കലിപ്പിക്കാറുണ്ട്, പക്ഷേ ഇത്രയും സ്പൈസി അല്ലെന്ന് തോന്നുന്നു. 10 seconds. കാരണം കുറച്ച് ഭയങ്കര സ്പൈസിയാണ്. പിന്നെ ഇത് ഒരുപാട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തിന്നു തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ, എനിക്ക് കാര്യമായ കണ്ടന്റ് ഒന്നുമില്ല. 3, 2, 1. താങ്ക് യു. താങ്ക് യു. അടുത്തത് സ്നേഹ മാർഗരറ്റ് ഏബ്രഹാം. നെല്ലിക്ക. സ്നേഹയ്ക്ക് ഒരു എക്സെപ്ഷൻ തരാം. നേരത്തെ ഉപയോഗിച്ച കാൻഡിഡേറ്റിന്റെ വേറൊരു വസ്തു തരാം. നെല്ലിക്ക മാറ്റി പാവയ്ക്ക. എനിക്ക് ആദ്യം കിട്ടിയത് നെല്ലിക്കയായിരുന്നു. അതോർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയത് പാവയ്ക്കാണ്. നെല്ലിക്കയ്ക്കും കയ്പാണ്, പാവയ്ക്കും കയ്പാണ്. എന്നെ അറിയത്തില്ലെങ്കിൽ ഞാൻ ചില വലിയ ആദ്യമായിട്ടും അങ്ങനെ അടുപ്പമൊന്നും കാണിക്കാറില്ല. പക്ഷേ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്കും ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതുപോലെ പാവയ്ക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്ക് പാവയ്ക്ക കറി വെക്കാം, അതുപോലെ തന്നെ നമുക്ക് പാവയ്ക്ക അച്ചാറിടാം. എൻ്റെ വീട്ടിൽ എപ്പോഴും പാവയ്ക്ക അച്ചാറിടാറുണ്ട്. എൻ്റെ അമ്മയാണ് എനിക്ക് മെയിനായിട്ട് അച്ചാർ തരാറുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, പിന്നെ എൻ്റെ ചേട്ടനുണ്ട്. എൻ്റെ ചേട്ടന് ഈ പാവയ്ക്ക എന്നെ വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഈ പാവയ്ക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാവയ്ക്കയുടെ കുരു എടുത്തിട്ട് നമുക്ക് പാവയ്ക്ക പുതിയ പാവയ്ക്ക നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ഓർഗാനിക് ലൈഫ് സ്റ്റൈലിലേക്ക് വരണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതായത് എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്നത് മാത്രം നമ്മൾ യൂസ് ചെയ്യാറ്. താങ്ക് യു. പാവയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഓർക്കുന്നു. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് സാൽജോ സൈമൺ. പുളി. മീൻകറിക്കകത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു വെറൈറ്റി. Your time starts now. എനിക്ക് കിട്ടിയ ഇവന്റ് എന്താ വെച്ചാൽ പുളിയാണ്. എന്തിനു കൂടി പിഴിഞ്ഞു ചേർക്കാൻ പറ്റുന്നതാണ് പുളി. ഈ പുളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രുചിയുണ്ട്. ഈ പുളിക്ക് എന്തൊരു പുളിയാണ് ഇപ്പോഴേ ഞാൻ ഓർത്തത്. ഈ പുളി എന്തിനെ കൂടി നമുക്ക് ചേർക്കാമെന്ന് നമുക്കറിയാലോ. മീൻകറി ആയാലും എന്ത് കറികളിൽ കൂടി പുളി വേണം. എന്തിൻ്റെ കൂടി പുളി നമ്മൾ പിഴിഞ്ഞു ചേർക്കാറുണ്ട്. പണ്ട് കളിക്കാനൊക്കെ പോകുമ്പോൾ പുളി കഴിക്കാൻ ഈ പുളിങ്കരിയൊക്കെ പറക്കി തിന്നുമ്പോൾ എന്ത് രസമാണെന്നോ. അത് നമ്മൾ ഇപ്പോഴും ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഇപ്പോഴും അത് കഴിക്കാറുണ്ട്. ഈ പുളി പിഴിഞ്ഞു ചേർക്കുന്ന ഒരു ഗുണം കൂടിയുണ്ട്. നമ്മൾ ഇതെന്തിനു കൂടി ചേരാവുന്നതുകൊണ്ട് ഇതിന് പ്രത്യേകതയുണ്ട്. എനിക്ക് ഇവിടെ ചങ്ക് പറിച്ച് ഒരുപാട് കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുളി എന്തിനു കൂടി യോജിക്കുന്നത് കൊണ്ട് ഞാനൊരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എല്ലാവരുടെ കൂടി ഈക്വൽ ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ പാരൻസും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാണെന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് പുളികൾ ഇനി നമ്മൾ അനുഭവിക്കാനിരിക്കുന്നതാണ്. അപ്പോൾ എത്രയൊക്കെ പുളിയായാലും ഇതൊക്കെ മധുരമായിട്ട് മാറും എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. Last 6 seconds. എന്തൊക്കെയായാലും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ പുളിയെ പോലെ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ വേണ്ട Thank you. ഇത് വേണം നമ്മൾ നിൽക്കാൻ. ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തുമാത്രം ഈ 6 വ്യക്തികൾ പറഞ്ഞതെന്ന് മനസ്സിലായി എന്നുള്ളത് ഓർക്കുക. സെക്കൻഡ് റൗണ്ട് ഒരു സീൻ ഇനാക്ട്മെന്റ് റൗണ്ട് ആണ്. 3 boys 3 girls. ഒന്ന് മാറി. ആദ്യമേ ബോയ്സ്. ഫസ്റ്റ് 3 boys. കഴിച്ചു തീർത്തോ? കഴിക്കാൻ ഇച്ചിരി സമയം വേണമെന്ന് തോന്നുന്നു. കഴിച്ചു തീർത്തോ? സീൻ ഇനാക്ട്മെന്റ് റൗണ്ട് ഇതാണ്. നിങ്ങൾക്ക് 3 പേർക്കും ഒരു സീൻ തരും. സോ ഫ്രം ദാറ്റ് സീൻ നിങ്ങൾ അഭിനയിക്കണം വിത്തൗട്ട് മേക്കിംഗ് എനി ഡയലോഗ്. ലിക് മൂവ്മെന്റ്സ് ആകാം, ബട്ട് ഒരിക്കലും സൗണ്ട് വെളി വരരുത്. തന്നിരിക്കുന്ന സീൻ നിങ്ങൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കണം. സീൻ ഇതാണ്. 3 പേരും 3 റോഡിൽ കൂടെ നടന്നു പോയപ്പോൾ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. ആ പേഴ്സ് നിങ്ങൾ എടുക്കുമോ അതോ അവബോധ മനസ്സിൽ നിങ്ങൾ അത് എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ അഭിനയിക്കും? 3 പേർക്ക് 3 സൈഡായിട്ട് നിൽക്കാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ആ പേഴ്സ് എങ്ങനെ നിങ്ങൾ എടുക്കുമോ എടുക്കാതിരിക്കുകയോ റോഡിൽ നടന്നു പോകുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? എനിത്തിങ് യു ക്യാൻ ഡു. ക്ലിയർ ആണോ? ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണോ? 3 പേരും 3 റോഡിൽ നിൽക്കുകയാണ്. വേറെ പേഴ്സ് ആണ്. സെന്ററിലേക്ക് വന്നു. Your time starts now. അഭിനയം മാത്രം. ചുമ്മാ ഒരു പേഴ്സ് അങ്ങനെ കിട്ടത്തില്ല. റോഡിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. നിങ്ങൾ ആദ്യമേ കള്ളൻ മുദ്ര കുത്താൻ പോകുന്നത് എടുത്ത ജിബി വേറെ പേഴ്സ് ആണേ. വേറെ പേഴ്സ്. 3 പേഴ്സ് കിടക്കുന്നുണ്ട് ജിബി. സാർ എന്തോ എടുത്തായിരുന്നു ഇപ്പം താഴേന്ന്? ഇല്ലേ അല്ലേ? കല്ലെടുത്തോണ്ട് പോണം. എന്നാ കുഴപ്പമില്ല. എന്താ സാർ എല്ലാം കളഞ്ഞു കിട്ടിയോ സാർ? ഇല്ലേ? കുഴപ്പമില്ലല്ലോ സാർ. അല്ല എൻ്റെ പേര് ഇല്ല എൻ്റെ അല്ലേ? അതെ. ആരും അങ്ങനെ ഇട്ടിട്ട് പോകത്തില്ലല്ലോ. ഇല്ല. താങ്ക് യു. 3 പേർക്കും പേഴ്സ് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ പേഴ്സ്? എടുത്തോ? വല്ലതും ഉണ്ടായിരുന്നോ അതിനകത്ത്? ഇല്ലായിരുന്നു. സത്യസന്ധത. താങ്ക് യു. അടുത്തത് ഗേൾസിന് നിങ്ങളുടെ ഭർത്താക്കന്മാർ ബിവറേജ് ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പം നിങ്ങളുടെ റിയാക്ഷൻ വിത്തൗട്ട് ഒള്ളി ആക്ഷൻ. അപ്പം അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ആക്ഷൻ. 3 പേരും 3 സൈഡിലോട്ട് നിന്നോ. 3 പേർക്ക് 3 ഭർത്താക്കന്മാരാണേ. ഒരു മിനിറ്റ്. നിങ്ങളുടെ 3 പേരുടെയും നിങ്ങളുടെ 3 പേരുടെയും ഹസ്ബൻഡ്സിനെ നിങ്ങൾ ഇൻഡിവിജ്വൽ അല്ലാതെ ഒരേ ലൊക്കേഷനിൽ കാണുകയല്ല. 3 പേരുടെയും 3 ലൊക്കേഷൻസിൽ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സാധാരണ കണ്ട് മാറിപ്പോകുന്ന നിങ്ങൾക്ക് കാണിക്കാം. എങ്ങനെ നിങ്ങൾ യുണീക്ക് ആവും എന്നുള്ളതിനാണ് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ആവുന്നത്. സോ അതിന് അവർ തരുന്ന സമയം എത്രയാണോ അത്രയും സമയത്തോളം അത് പ്രൊലോങ് ചെയ്ത് മാക്സിമം ക്രൗഡ് ഇത്ര ഇരിക്കുന്ന ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു ഒക്കേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് വരും. ഓക്കെ. മീനു ഇവിടെ വന്നു. 3 പേരും 3 ലൊക്കേഷൻ. കീപ്പ് എ ഡിസ്റ്റൻസ്. Your time starts now. ഭർത്താവിനെ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകാം. നിങ്ങളുടെ ഭർത്താവ് ആയിരിക്കില്ല അത്. ഒരാളെ പോലെ 7 പേര് ഈ ലോകത്തുണ്ട്. സ്റ്റെഫിയുടെ ഹസ്ബൻഡ് ഫോൺ എടുക്കുന്നില്ല. മാർഗ്രറ്റിന്റെ ഹസ്ബൻഡും മാർഗ്രറ്റും നല്ല ടേംസിലായതുകൊണ്ട് ഹസ്ബൻഡിനോട് ഒരെണ്ണം എക്സ്ട്രാ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂക്കിന്റെ അറ്റത്ത് കോപമുള്ളത് കൊണ്ട് മാത്രം മീനു ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. രാത്രി ഹസ്ബൻഡിനെ ഏത് വിധേനയും തീർക്കുമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവൾ നിൽക്കുന്നത്. സ്റ്റെഫിയും ഒട്ടും പുറകിലല്ല. ഇതിൽ ഏറ്റവും കൂളായ ഭാര്യയായിട്ട് തോന്നുന്നത് സ്നേഹയാണ്. ഉറപ്പായിട്ടും. താങ്ക് യു.
You may sit. Chest number wise sit. Thank you. So at the end of 2 rounds, എങ്ങനെയാണ് ഇവരൊരു കണ്ടസ്റ്റന്റ്, എങ്ങനെയാണ് ഒരു സീൻ ഇവർ അഭിനയിക്കുന്നത്, ലൈക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ വന്നാൽ എന്തായിരിക്കും ഇവർ പറയുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അടുത്തത് ക്രിയേറ്റിവിറ്റി റൗണ്ട്. ലൈക്ക് ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗിവൺ 5 പിക്ചേഴ്സ്. ആ പിക്ചേഴ്സിൽ നിന്നും നിങ്ങളൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കണം. 30 to 40 സെക്കൻഡ് സമയം തരും. പെർ കണ്ടസ്റ്റന്റ് ഒരാളെ വിളിക്കും. സോ അറ്റ് ദാറ്റ് ടൈം ആ 5 ഫോട്ടോസിനെ കണക്ട് ചെയ്ത് നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കണം. ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് സ്റ്റെഫി. പിക്ചർ പുറകെ കാണിക്കും. നീ 5 സെക്കൻഡ്സ് പിക്ചർ കാണാൻ തരും. Start. Your time starts now. ഹരിശ്രീ അശോകനെ കാണിച്ചത് എൻ്റെ ഭർത്താവ്. വെയിറ്റ് ആ പിക്ചർ കാണിക്കുന്ന ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. ഒരു മിനിറ്റ്. ആ പിക്ചർ എത്ര നേരം നിൽക്കുന്നോ ആ സമയം വരെ നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പ്രൊളോങ് ചെയ്യുക. ഇമേജ് മാറുമ്പോൾ നെക്സ്റ്റിലേക്ക് ലിങ്ക് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, കഥ പറയുക ചെയ്യുന്നത് കേട്ടോ, കഥയാണ് പറയുന്നത്. കഥയ്ക്കൊരു പ്രോപ്പർ എൻഡിങ് വേണം, ഒരു പ്രോപ്പർ സ്റ്റാർട്ട് വേണം. Time starts now. ഇന്ന് രാവിലെ എനിക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു പഴം എടുത്ത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തു. ആ പഴം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലെ കോഴി ഇങ്ങനെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കോഴിയുടെ ഒരു തൂവൽ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഇത് ഞാൻ ഈ പണി ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഭർത്താവ് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്തം വിട്ട കുന്തത്തിനെ പോലെ നോക്കി നിന്നു. പുള്ളിക്ക് പെട്ടെന്ന് ജിമ്മിൽ പോകേണ്ട സമയമായതുകൊണ്ടാണ് ഞാനൊരു പഴത്തിൽ ഒതുക്കിയത്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എല്ലാം കൊടുത്തേനെ. അത് കഴിഞ്ഞ് പുള്ളീനെ ഞാൻ ഡമ്പലൊക്കെ എടുക്കാൻ വിട്ടിട്ട് ഞാനൊരു ഐസ്ക്രീം മേടിച്ച് തിന്നു അപ്പുറത്ത് പോയിട്ട്. പുള്ളിക്കൊന്നും കൊടുത്തില്ല. താങ്ക് യു. 33 സെക്കൻഡ്സ് കൊണ്ടാണ് സ്റ്റെഫി കഥ നമുക്ക് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ 2. സെയിം പ്രോസസ്. 5 ഫോട്ടോസ് നിങ്ങളെ കാണിക്കും. ഫ്രം ദാറ്റ് 5 ഫോട്ടോസ് ഒരു ക്രിയേറ്റീവ് സ്റ്റോറി, എന്തുമാത്രം ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നോക്കണം. നെക്സ്റ്റ്. തിങ്ക്. Your time starts now. എനിക്കിന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു നല്ല ഐഡിയ തോന്നി. ഒരു വളരെ വെറൈറ്റി ഐഡിയ പറഞ്ഞു. പാവയ്ക്ക കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാലോ? വളരെ നന്നായിരിക്കില്ലേ? ഇത് ഞാൻ പാവയ്ക്ക വാങ്ങിക്കാനായി കടയിലേക്ക് പോകുന്ന സീനാണ്. ആ പോകുന്ന വഴിക്കാണ് ഞാൻ എൻ്റെ എല്ലാമായ അവളെ കണ്ടത്. പക്ഷെ അവൾ എന്നെ തേച്ചു. ഒരു പാവയ്ക്കയുടെ പ്രണയം, ഒരു പാവയ്ക്ക മേടിക്കാൻ പോയി തേപ്പ് കിട്ടിയ ലോകത്തിലെ ഏക വ്യക്തികൾ ഒന്നായിരിക്കാം ജിബി ജോസഫ്. കണ്ടസ്റ്റന്റ് 3. ഫോട്ടോസ്. Your time starts now. Oh, Hindu. What to say? This man in my village is always a person who speaks up of these kinds of jackfruit chips. He's a seller or a vendor of these kinds of jackfruit fruits, always from my childhood. And that way I broke my chappal thinking about this jackfruit. And after that, there was a huge jackfruit story burst, and that is known as jackfruit revolution. Always with this bucket, and I ended up the story. I have to say that the jackfruit or this chapel, the bucket is. Thank you. കുടുംബകലഹം ചക്ക കാരണമുണ്ടായി. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡെനിൽസ് കറിയ. Photos. From this 5 photos, create a story. ഏത് ഓർഡർ വേണമെങ്കിലും ആദ്യത്തെ ഫോട്ടോ വരാം. Your time starts now. ഓക്കെ, ഞാനൊരു കുടയും പിടിച്ചുകൊണ്ട് ഞാനവിടെ ബീച്ചിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ബീച്ചിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരാൾ എനിക്കൊരു കരിക്കിൻ്റെ ജ്യൂസ് കൊണ്ട് തന്നു. ഞാനത് കുടിച്ച് അയാളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മുട്ട വെച്ചുള്ള എന്തോ ഒരു പരിപാടിയുടെ കാര്യം പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. അയാളെന്തോ മുട്ട റിലേറ്റഡ് ഡാൻസാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ ലെജൻഡ് ഡാൻസർ ആയിരുന്നു എന്ന്. പുള്ളി മുട്ട വെച്ചിട്ട് പുതിയൊരു ഐറ്റം ചെയ്യുന്നുണ്ട്. ആ ഡാൻസിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതായിരുന്നു. അപ്പം ഞാൻ എസ് പറഞ്ഞു. അപ്പോൾ പുള്ളി എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നു. പുള്ളിയുടെ അടുത്ത നാൾ മുംബൈ നടക്കുന്ന പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട്. വെറുതെ ഒരു കരിക്ക് കുടിച്ചപ്പോൾ
വെറുതെ ഒരു കരിക്ക് കുടിച്ചപ്പോൾ ടിക്കറ്റും വിസയും കിട്ടി. ഡെനിലിന് അത്ര ഉപകാരം ഉണ്ടായി ഇവിടെ വന്നതിൽ നിന്ന്. നെക്സ്റ്റ്, ചെസ് നമ്പർ 5. ഫോട്ടോസ്. ക്രിയേറ്റീവ് സ്റ്റോറി. എന്തുമാത്രം ക്രിയേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ 30 സെക്കൻഡിൽ കൊണ്ടുവരാമെന്ന് നോക്കണം. ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യമായി തന്നെ എൻ്റെ വീട്ടിലെ ഒരു അടുത്തുള്ള ഒരു കൊച്ചിന് നോക്കിയയുടെ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു. ഈ നോക്കിയയുടെ ഫോണൊക്കെ അതിന് ആരാ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിന് ഒരു സ്കൂബിഡയുടെ ബാഗ് മേടിച്ചു തരാമെന്ന്. സ്കൂബിഡയുടെ പരസ്യമൊക്കെ നമ്മളെപ്പോഴും കാണുന്നതല്ലേ. പിന്നെ അന്നേരം ആ കൊച്ചിൻ്റെ വീട്ടിലെ കറണ്ട് പോയി, അതുകൊണ്ട് അങ്ങനെ ഫാനും അടിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിന് ഫാൻ മേടിക്കണോ ബാഗ് മേടിക്കണോ എന്ന് ഞാൻ ഓർത്തു. പിന്നെയാണ് ഈ പല്ലിയുടെ കാര്യം ആ കൊച്ച് എന്തോ എന്നോട് വന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതൊന്നും മനസ്സിലായില്ല വലിയ കാര്യമായിട്ട്. പിന്നെ ഇതാണ് ആ കൊച്ചിൻ്റെ അച്ഛനായ ദാസപ്പൻ ചേട്ടൻ. ദാസപ്പൻ ചേട്ടൻ ഒരു മുഴുക്കുടിയനാണ്, ഒന്നിലും ശ്രദ്ധിക്കാറില്ല. ദാസപ്പൻ ചേട്ടൻ്റെ നെയ്ബർ, നന്മ നിറഞ്ഞ ഈ കുട്ടി ആ കുട്ടിക്ക് മൊബൈൽ ഫോണിന് ഒരു ബാഗ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതിൽ നിന്നും ദാസപ്പൻ ചേട്ടൻ ഉണ്ടാകുന്ന റിയാക്ഷൻസ്. ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, ഇതാണ് നിങ്ങളുടെ 5 ഫോട്ടോസ്. Your time starts now. അമ്മ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ഉണ്ടോ ഞാൻ കൊക്കക്കോളയും കുടിച്ചിട്ട് ഫ്രിഡ്ജിലത്തെ കൊക്കക്കോള എടുത്ത് കഴിക്കാൻ വെക്കുന്ന സമയത്ത് അമ്മ എന്തൊക്കെയോ എന്നോട് ചിലക്കുന്നത്. നിന്റെ പാട്ട് എന്ത് പാട്ടാണ് നീ പാടിക്കൊണ്ടിരിക്കണേ? മൈക്കൊക്കെ പിടിച്ച് വൻ റോക്കും മ്യൂസിക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇത് ദേഷ്യപ്പെട്ട് കണ്ടപ്പോൾ ഞാൻ ഒരു മാതിരി സൈക്കോ ലെവലായി. അമ്മ എൻ്റെ പാട്ട് നിങ്ങൾ കുറ്റം പറയരുത്, ഞാൻ ഹീറോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടോ സ്കൂബിഡയുടെ ഒരു പരസ്യം എൻ്റെ ടി വിയിൽ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു യാ യു ആർ ഗ്രേറ്റ്, സ്കൂബിഡോയ്ക്ക് പോലെ എൻ്റെ വിലയുണ്ടെന്ന് മനസ്സിലായി. സൈക്കോ ആണ്, പക്ഷെ ഇപ്പോഴും സ്കൂബിഡയുടെ പുറകെ പോകുന്ന കുട്ടി. താങ്ക് യു. റൗണ്ട് 3 is over. അടുത്തതായി ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ റൗണ്ട് ആണ്. എന്തുമാത്രം ലൈക്ക് ജഡ്ജസ് ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഈ റൗണ്ട് 3 വന്നിട്ടില്ലെങ്കിൽ ദിസ് വിൽ ബി യുവർ ലാസ്റ്റ് ചാൻസ് ടു ഗെറ്റ് ഇറ്റ്. സോ അറ്റ് എ ടൈം ഒരു കണ്ടസ്റ്റന്റ് വരും, ജഡ്ജസ് നിങ്ങളുടെ അടുത്ത് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹൗ മച്ച് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻസ് യു ഷോ ഫോർ ദാറ്റ്, അതിലായിരിക്കും നിങ്ങളുടെ മാർക്ക് വരുന്നത്. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് സ്റ്റെഫി മേരി. ഹലോ, സ്റ്റെഫി ഓവർ കോൺഫിഡന്റ് ആണോ? അല്ല മിസ്, ഓവർ കോൺഫിഡന്റ് അല്ല, Under കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ആണ്, ഓവറും അല്ല അണ്ടറും അല്ല. സ്റ്റെഫി നിന്ന് വിഷമിക്കണ്ട, സ്റ്റെഫിക്ക് ഇരിക്കാം. താങ്ക് യു സർ. സ്റ്റെഫി ഹോബീസ് എന്തൊക്കെയാ സ്റ്റെഫിയുടെ? ഹോബി അങ്ങനെ പറയാൻ മാത്രമുള്ള ഹോബിയൊന്നുമില്ല സർ. ശരിക്കും സമയം വെറുതെ കിട്ടി ഞാൻ ഉറങ്ങുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഴയ വല്ല സിനിമയൊക്കെ എടുത്ത് കാണും. പിന്നെ കുറേ ഫുഡ് മാക്സിമം കഴിക്കും. അത് കാണാനുണ്ട്, ശരീരത്തിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞു സർ. സ്റ്റെഫി സ്മാർട്ടാണെന്ന് സ്റ്റെഫിക്ക് ഒരു തോന്നലുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് തോന്നണില്ല. കുഴപ്പമില്ല സർ. കൺവിൻസ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഒരു ഫാക്ടറാണ്. സി, ഞാൻ എഴുതിയേക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. ഐ വുഡ് ഡെഫിനറ്റ്ലി സേ സംതിങ് ഐ കാൺ ലീവ് വിത്തൗട്ട്. ഇഫ് യു ആസ്ക് മീ സംതിങ് ദാറ്റ് ഐ കാൺ ലീവ് വിത്തൗട്ട്, ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഇറ്റ് ഈസ് ഫുഡ്. യെസ്. അപ്പോൾ ഫുഡിന്, കുക്കിംഗ്, ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. കുക്കിംഗ് ഇഷ്ടമില്ല, അറിയത്തില്ല. പക്ഷേ ഫുഡ് എങ്ങനെ കിട്ടിയാലും കഴിക്കും. അതായത് അതിന്റെ ചേരുവകൾ അതെല്ലാം അത് ഈ മെസ്സിൽ തന്നെ പലരും പറയും ഈ ഫുഡിന് ടേസ്റ്റ് പോരില്ല, ആ ഫുഡിന് ടേസ്റ്റ് പോരില്ല. എനിക്ക് അതൊന്നും തോന്നാറില്ല, പക്ഷെ ഞാൻ എല്ലാം കഴിക്കും. രണ്ടാമത് ഒരു കാര്യം എനിക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം വെച്ചാൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നൊരു സംഭവമാണ്. സോ എനിക്കൊന്ന് കൺവിൻസ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ സ്റ്റെഫിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ലൈക്ക് നിങ്ങളൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ഇപ്പം നമ്മുടെ ബൈജൂസ് ആപ്പ് മാതിരി ഒരു ട്യൂഷൻ പ്രൊവൈഡർ, കിഡ്സിന്, എൻ്റെ കുഞ്ഞിനുള്ള ഒരു ട്യൂഷൻ പ്രൊവൈഡർ, നിങ്ങളുടെ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്. സോ എന്നെ വിളിച്ച് ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും? ഓക്കെ. എൻ്റെ പേര് അഖിൽ. ഓക്കെ. ഹലോ സർ. ഹലോ സർ, എൻ്റെ പേര് സ്റ്റെഫി. ഞാനൊരു ഇതിന് വിളിക്കുന്നതാണ്. സർ അഖിൽ അല്ലേ? സർ ഞങ്ങളുടെ ഒരു ക്ലയന്റ് ആണ്. ഞങ്ങളുടെ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
ചെയ്തിട്ടില്ല. ഓ സർ, എന്നാൽ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. പക്ഷേ സർ ഏതായാലും വിളിച്ചത് നന്നായി. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ എങ്ങനെ കിട്ടി? സർ അത് ഞങ്ങൾക്ക് എങ്ങനെയോ കിട്ടി സർ. അത് എന്തായാലും കിട്ടിയത് എങ്ങനെയാണ്? എന്റെ നമ്പറിലോട്ട് ഒരാൾ എന്റെ പേഴ്സണൽ നമ്പറിലോട്ട്, ഞാൻ ആർക്കും കൊടുക്കാത്ത പേഴ്സണൽ നമ്പറിലോട്ട് ഒരാൾ വിളിക്കണമെങ്കിൽ സാറിന്റെ പേഴ്സണൽ നമ്പർ എവിടെയെങ്കിലൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങളുടെ ഒരു ഡേറ്റാബേസിൽ നിന്ന് കിട്ടിയതാണ്. ആ കിട്ടിയത് വെച്ചിട്ട് ഞാൻ വിളിച്ചതാണ്. സർ, ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. സാറിന്റെ മകന് ഇപ്പൊ എത്ര വയസ്സായി? എന്റെ മോനും എനിക്ക് കുഞ്ഞുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു. സാറിന്റെ മകനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം സർ. സാറിന്റെ മകനുണ്ട്. 6 മാസം പ്രഗ്നന്റ് ആണ് കുട്ടി. ആണോ സർ? അങ്ങനെ പറയരുത് സർ. സാറിന്റെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ FB കണ്ടിട്ടുണ്ട് സർ. സത്യമായിട്ട് ഞാൻ കള്ളം പറഞ്ഞിട്ട് കിട്ടാനാണ് സർ. അങ്ങനെ ഞങ്ങളെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ സാർ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർ. ഇങ്ങനെ കുറെ പേര് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല സർ. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. പക്ഷെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഫേസ്ബുക്കിൽ ഞാൻ സാറിന്റെയും വൈഫിന്റെയും കുഞ്ഞിന്റെയും ഫോട്ടോ കണ്ടിട്ടുണ്ട്. പക്ഷെ മകൻ എത്ര വയസ്സായി എന്ന് മാത്രം സാർ ഒന്ന് പറഞ്ഞാൽ മതി പ്ലീസ്. അത് സാറിന്റെ വൈഫാണെന്ന് ഇത്ര കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലായി? സർ, വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞ കൈയൊക്കെ തോളത്തിട്ട് കൊച്ചിനെ ഫാമിലി എന്നൊക്കെ ഹാർട്ടും സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സർ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും ഫാമിലി ആയിരിക്കും. അത് സഹോദരി ആയിക്കോട്ടെ മിസ്. അത് നമ്മുടെ ഒരു കവർ ഫോട്ടോ ആണോ? ഏതാ കവർ ഫോട്ടോ ആണോ? അതിന്റെ ചേച്ചിയും കുഞ്ഞും അല്ല, കവർ ഫോട്ടോ അല്ല, അപ്ലോഡഡ് ഫോട്ടോസിലാണ് സർ. അതാ പറഞ്ഞ അപ്ലോഡ് ഫോട്ടോ. എന്റെ ചേച്ചിയും കുഞ്ഞാണ് വിത്ത് മൈ ഫാമിലി, ലവ് ഹാർട്ട് അല്ല. അങ്ങനെയല്ല സർ. സർ വൈഫ്. അപ്പൊ താഴെ ഞാൻ ആൾക്കാരുടെ കമന്റ് വായിച്ചു കഴിഞ്ഞപ്പോ ഗ്രേറ്റ് ഫാമിലി, ഗ്രേറ്റ് പെയർ, ഗ്രേറ്റ് പെയർ. ഇങ്ങനെ തർക്കിക്കുകയാണെങ്കിൽ പിന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയുള്ളൂ ക്ലയന്റ്. സോ യു ആർ നോട്ട് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. യു ആർ നോട്ട് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. എനിക്കൊരു ചാൻസ് തരൂ. നോ മോർ ചാൻസ്. യു ആർ നോട്ട് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഓക്കേ മിസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒറ്റ കാര്യമുള്ളൂ. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കസ്റ്റമർ സർവീസിന് ആൾക്കാർ വിളിക്കുന്നത്. അങ്ങനെ ആ ആളുടെ ഫുൾ ഡേറ്റാബേസ് അറിഞ്ഞിട്ടായിരിക്കും. ഞാൻ അറിഞ്ഞിട്ടാ സർ വിളിച്ചത്. എന്നോട് സിറ്റുവേഷൻ തന്നപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത്. എനിവേ യു ആർ നോട്ട് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. സ്റ്റെഫിക്ക് എന്റെ നമ്പർ ഇവിടെ നിന്ന് കിട്ടിയില്ലേ? വിളിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ വാങ്ങിക്കായിരുന്നല്ലോ. അല്ല സർ, എന്നോട് അഖിൽ സാറിനെ വിളിക്കാനാ പറഞ്ഞത് കമ്പനിന്ന്. അപ്പൊ പിന്നെ 3 കുട്ടികളുടെ അപ്പൻ അദ്ദേഹത്തെ വിളിക്കായിരുന്നു. ഞങ്ങൾക്ക് അഖിൽ സാറിനാണ് ഇപ്പൊ ക്ലയന്റ് ആയിട്ട് വേണ്ടി. പുള്ളി പലരുടെയും വിളി പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ, എന്നിട്ട് വിളിച്ചില്ല സർ. അടുത്ത സാറിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, പേഴ്സണൽ പ്രൊഫൈലില് പ്രസിഡന്റ് ഓഫ് കൺട്രി ആവുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആക്ച്വലി പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്നറിയാമോ? പ്രസിഡന്റിന് അധികാരങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ പരമോന്നത അധികാരി ആയതുകൊണ്ട് എന്ത് നടപടികളും എടുക്കാനുള്ളൊരു റൈറ്റ് ഉണ്ടല്ലോ. അത് പറഞ്ഞാണെങ്കിലും പുള്ളിയുടെ ആ ആളുടെ ഒരു സബോർഡിനേറ്റ്സിനെ വെച്ചിട്ടാണെങ്കിൽ പോലും നടത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ റീസെന്റ് ഇറങ്ങിയ CAA, NA, NAS ഇതൊക്കെ അറിയോ? ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും ബാൻ ചെയ്യാനും വേണ്ടാന്ന് ഒരു റൂൾ ഇടാനും പ്രസിഡന്റിന് റൈറ്റ് ഉണ്ടോ? റൈറ്റ് ഇല്ലേ? പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആഗ്രഹങ്ങളാണ് പറഞ്ഞത്. പ്രസിഡന്റ് ആയാലുള്ള ആഗ്രഹങ്ങൾ ഞാൻ നടത്തിയെടുക്കും. എന്റെ ഇമാജിനറി വേൾഡിലുള്ള പ്രസിഡന്റ്. വീട്ടിലെ പ്രസിഡന്റ് വരെ ആക്കാൻ കൊള്ളത്തില്ല കേട്ടോ, ഇങ്ങനത്തെ ആഗ്രഹങ്ങളാണെങ്കിൽ. ഒരു പ്രസിഡന്റിന്റെ അധികാര പദവികൾ എന്താണെന്ന് പോലും അറിയാതെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താണ്? പ്രസിഡന്റിന്റെ അധികാര പരിധികൾ എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പ്രസിഡന്റിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണമെന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഞാനൊരു പ്രസിഡന്റ് ആയി ഞാൻ വിശ്വസിക്കുന്നത് അത് പരമോന്നത അധികാരിയാണ്. അപ്പം ആ ആൾക്ക് ബാക്കി ആൾക്കാരെ വെച്ചിട്ട് ആണ്. ജനാധിപത്യം ആയതുകൊണ്ടാണല്ലോ എന്നെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഞാൻ അത്രയും വലിയ നല്ല ആളാണെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ ആൾക്കാർ എന്നെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. പ്രസിഡന്റ് ആണോ ജനാധിപത്യം ആൾക്കാരാണോ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്? അതല്ല, പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. പ്രസിഡന്റ് നിങ്ങൾ അത്രയും കറക്റ്റ് ആയിട്ട് ഞാൻ നാളെ ഇപ്പൊ പ്രസിഡന്റ് ആവാൻ പോകുന്നില്ലല്ലോ. ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുള്ള കാര്യം. എത്രാമത്തെ പ്രസിഡന്റ് ആണ് അറിയോ? എത്രാമത്തെയാണോ അറിയത്തില്ല സർ. പക്ഷെ രാംനാഥ് കോവിന്ദ് ആണ് പ്രസിഡന്റ് എന്ന് അറിയാം. ചോദിച്ചില്ല, ചോദിക്കാത്ത ആൻസർ ചെയ്യേണ്ട കാര്യമില്ല സർ. ഞാനൊന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ല, Okay, your time is over. Thank you. Thank you, Steffi. Next contestant, Jibby Joseph Matthew. ഹലോ ജിബി, സുഖമാണോ? ജിബി ഭയങ്കര ലോസ്റ്റ് ആണോ? എനിക്കൊരു ഡൗട്ടുണ്ട്. ഭയങ്കര ലോസ്റ്റ് ആണോ ആള്? വിരഹം അല്ലെങ്കിൽ ഒരു ലവ് ലോസ്റ്റ്, ഒരു റിലേഷൻ ബ്രേക്കപ്പ് അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണോ? റിലേഷൻ ബ്രേക്കപ്പ് ഒന്നും ഇല്ല. പക്ഷേ ഞാൻ നിന്റെ പ്രൊഫൈൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെച്ചാൽ ഐ വാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ലൈക്ക് എനിക്ക് നീ എല്ലാം ഇമോഷണലി ഡൗൺ,
അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. കാരണം എനിക്ക് നിന്റെ ഇത് പ്രൊഫൈൽ വായിച്ചപ്പോൾ എനിക്ക് കംപ്ലീറ്റ് തോന്നിയൊരു കാരണം വെച്ചാൽ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, നീ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. സത്യമല്ലേ? ഇത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ അവളെ മിസ് ചെയ്യാൻ തുടങ്ങി. ആ രീതിയിലാണ് നീ എഴുതി വെച്ചേക്കുന്നത്. ഈവൻ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാൻ തോന്നുന്നു, നിന്റെ ഗേൾ ഫ്രണ്ട് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം. കാരണം അത്ര രീതിയിൽ നീ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഗേൾഫ്രണ്ട് ഇല്ല? ഇല്ല. Are you gay? Are you gay? I'm not sure. Are you getting nervous? Yeah. A little bit? Yes. Are you anxious? Yes. Okay. If you are confident enough, you can say that you are a gay. Because legally അതിപ്പോ ഇയാൾ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതാണ് ആദ്യം ലീഗലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. സംസാരിക്കൂ. ഗേ അല്ല. ജിബി, താല്പര്യമുണ്ടോ ഗേ ആവാൻ? നമ്മള് ഏത് മരത്തിലും ഒരു പ്രാവശ്യം ചാഞ്ഞു കയറാൻ നോക്കുമല്ലോ. എങ്ങനെ? ചെരിഞ്ഞ മരത്തേൽ ഓടിക്കയറാനോ? ചാഞ്ഞ മരത്തേൽ? ഒരു പ്രാവശ്യം വരെ നോക്കാം. ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞ് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് അറിയാലോ. ഞങ്ങൾ 2-3 പേര് ഇതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം ജിബിയുടെ ആ ഒരു പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ആക്ഷൻ എന്ന് വെച്ചാൽ ലീഗലൈസ് സെയിം സെക്സ് മാരേജ്. അത് കണ്ടിട്ട് 2-3 പേര് ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചു ചാൻസ് ഉണ്ടോന്ന്. അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. ഈ ദാരിദ്ര്യരേഖ അറിയോ? ദാരിദ്ര്യരേഖ കേട്ടുണ്ടോ? ഉണ്ട്. പോവേർട്ടി ലൈൻ. യെസ്. ഇന്ത്യയിൽ ബേസിക്കലി 3 പോവേർട്ടി ലൈനുകളുണ്ട്. ഓക്കെ. ഓക്കെ, ഒന്ന് APL, നടുക്ക് IPL, താഴെ BPL. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഫ്രീ ഫോർ എവറി BPL. അപ്പോൾ പോവേർട്ടി ലൈനെ കുറിച്ച് അത്ര അറിയാവുന്ന ഒരാളായിരിക്കും ഈ മൂന്ന് പോവേർട്ടി ലൈനുകളെ കുറിച്ചും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ 3 പോവേർട്ടി ലൈനുകളുണ്ട്. ഏറ്റവും മേലെ APL, നടുക്ക് IPL ആൻഡ് താഴെ BPL. ഈ 3 എണ്ണത്തെയും 3 ഏരിയയും നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നുള്ള കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ 3 പോവേർട്ടി ലൈൻ. സർ, എനിക്ക് APL BPL-നെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. IPL അറിയില്ല? IPL-നെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇന്റർമീഡിയറ്റ് പോവേർട്ടി ലൈൻ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല? ഇല്ല, അതെന്റെ അറിവില്ലായ്മയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതല്ല IPL, അല്ലാതെ വേറൊരു IPL ഉണ്ട്, അതറിയില്ല? ഇതിപ്പോ ഈ പോവർട്ടി ലൈൻ അറിയാത്ത ഒരാളാണോ ഒരു പക്ഷേ എല്ലാ പോവർട്ടി ലൈനിലേക്കും ബിലോ പോവർട്ടി ലൈൻ എല്ലാം ഫ്രീ എനർജി ആൻഡ് ഫ്രീ ഫുഡ് കൊടുക്കാൻ പോകുന്നത്? BPL എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ കുറിച്ച് എനിക്ക് അറിയാവുന്ന വെച്ചിട്ടാണ് ഞാനത് എഴുതിയത്. IPL-നെ കുറിച്ച് ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? ജിബി, ഞങ്ങളൊന്ന് ചിരിപ്പിക്കാവോ? ഞങ്ങളൊന്ന് ചിരിപ്പിക്കാവോ? ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണിച്ച് ഞങ്ങളൊന്ന് ചിരിപ്പിക്കാവോ പെട്ടെന്ന്? സ്റ്റാൻഡപ്പ് കോമഡിക്കൊന്ന് എണീറ്റ് എന്നൊക്കെയുള്ളൂ. ചളി ആയിരിക്കരുത് പറയുന്നത്. സബ്ജക്റ്റ് ഇപ്പൊ സാറ് തരും. സബ്ജക്റ്റ് പോൺ. PORN, പോൺ. സ്റ്റാൻഡപ്പ് കോമഡിയാണ് ഉദ്ദേശിച്ചത്, നത്തിങ് മോർ. നിങ്ങൾ ഈ പോപ്കോണെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോപ്കോൺ നമുക്ക് സിനിമയ്ക്ക് മുമ്പ് കഴിക്കാൻ കിട്ടുന്ന സാധനം പോപ്കോണേ. പോണതല്ല, അതെനിക്കറിയാം. ഈ ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ മാത്രം ചില ദിവസങ്ങളിൽ സമയമുള്ളപ്പോൾ ഞാൻ പോപ്കോൺ കഴിക്കാറുണ്ട്. താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചു. ഞങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളെ ചിരിപ്പിക്കാൻ പറ്റണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ചിരിക്കുന്നില്ല. കുട്ടി വികാരാതീതനായി. ഞങ്ങൾ പറഞ്ഞത് കുട്ടിയോട് ഞങ്ങളെ ചിരിപ്പിക്കാനാണ്, കുട്ടി കരയിപ്പിക്കാനല്ല. വേറെ ആരാണ്ടോടൊക്കെയാ സംസാരിക്കുന്നത്. കഥ പറയായിരുന്നല്ലേ? നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? നീ മഹേഷിന്റെ പ്രതികരണ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മറ്റേ മഹേഷിന്റെ ചാച്ചനെ തോട്ടത്തിൽ മറ്റേ ഫോട്ടോ എടുക്കാൻ പോയിട്ട് തിരിച്ച് കൊണ്ട കിടത്തി കഴിയുമ്പോൾ ചാച്ചന്റെ കൈവെള്ള ഇങ്ങനെ മഹേഷ് പിടിച്ച് കിടന്നുറങ്ങും. ചാച്ചൻ എണീറ്റ് പോയാൽ ഇനി അറിയണമെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സാറിന്റെ കയ്യെ ഞാൻ പിടിച്ചോണ്ടിരിക്കില്ല, എഴുന്നേറ്റ് വന്നിട്ട് തലമണ്ടി അടിച്ചു പൊട്ടിച്ചു. ഇമാതിരി കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് പറയുന്നത് നിനക്ക് തന്നെ ഒരു സെൻസ് വേണ്ടടാ. പറയുന്ന കാര്യങ്ങളിൽ സെൻസിബിലിറ്റി വേണ്ടടാ, സെൻസിറ്റിവിറ്റി വേണ്ടടാ. നീ ഇവിടെ ചോദിക്കും, നിന്നോട് നമ്മളെ ഒരു ജോക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നീ നെർവസ് ആയിട്ട് നമ്മളെ കാണിച്ചു തരാം. ഞങ്ങളെ കരയിക്കാനാണോ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാണിക്കുക. ഒരു ജോക്ക് പറയുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ കുറിച്ച് അറിയണം. ഓഡിയൻസ് അല്ല, 4 പേരെ ചിരിപ്പിക്കാൻ മാത്രം നിന്നോട് പറഞ്ഞു. വേറെ ഒരു ഓഡിയൻസിന്റെ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ല. 4 പേരെ ചിരിപ്പിക്കാന്ന് മാത്രമാണ് മിസ് നിന്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും ഒരു സ്റ്റാൻഡപ്പ് സെറ്റിൽ നമ്മൾ ഒരിക്കലും
ഫ്രണ്ടിലിരിക്കുന്ന വേണ്ടി അല്ല പെർഫോം ഓ നീ അപ്പം ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് അവിടെ നിൽക്കുന്നത്? ആർ യു ദർ ടീച്ചിങ് us? ഇല്ല മിസ്, അവനോട് പറഞ്ഞിട്ട് ഇവൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അവനോട് പറഞ്ഞിട്ട് ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവ്, ഓർ എൽസ് നീ സമ്മതിക്കുക നീ ഫെയിലായിന്ന്. ഞാൻ ഫെയിലാന്ന് ഞാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങൾ ചിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്മതിക്കാൻ തോന്നുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരെ ഒന്നും ചിരിപ്പിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ 4 പേരെ ചിരിപ്പിക്കാനേ നിന്നോട് പറഞ്ഞു, അതും ചെയ്തില്ല. പോട്ടെ സാർ, അവന് ചിരിപ്പിക്കാൻ അറിയില്ല. അവൻ അവസാനം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ ആഗ്രഹം ഒടുക്കത്തെ ആഗ്രഹമാണെന്ന് എനിക്ക് സംശയമുണ്ട്. സ്റ്റഡി ഇൻ ജർമ്മനി, അതിൻ്റെ ഒപ്പം തന്നെ ഡു സ്റ്റാൻഡപ്പ്. ഏതാ നിന്റെ ആഗ്രഹം ശരിക്കും? അത് രണ്ടും എൻ്റെ ആഗ്രഹമാണ്. ജർമ്മനി പോയി പഠിച്ചിട്ട് എണീറ്റ് എന്ന് ചിരിപ്പിക്കണം ആണോ? സാറേ, ജർമ്മനിയിൽ ഈ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഈ ബാറിലും പബ്ബിലും ഒക്കെ ശരി, നീ ഇനി പുറകിൽ പോയി നിന്ന് അവരെ പഠിപ്പിച്ചോ. ചെന്നോ, പൊക്കോ. അവൻ്റെ സമയം കഴിഞ്ഞടാ, ഓക്കോ. ഓക്കെ, താങ്ക് യു. Thank you, GB. Next, Meenu Manmadan. Good afternoon, sir. ഗുഡ് ആഫ്റ്റർനൂൺ മീനു. മീനുവിന് ഡു യു നോ മലയാളം? Sir, I know Malayalam, but I'm more confident in English. ക്യാൻ യു സ്പീക്ക് മലയാളം? Yes, but more abruptly English. പക്ഷേ എനിക്ക് മലയാളം കൂടുതൽ കോൺഫിഡൻറ്റ്. ഞാൻ മലയാളത്തിൽ ചോദിച്ചോട്ടെ? മീനു ഇരിക്കുക. Thank you, sir. മീനുവിനെ ആരെങ്കിലും മീനിക്കുട്ടി എന്ന് വിളിക്കാറുണ്ടോ? Of course. ആരാ വിളിക്കുന്നത്? My father, my papa. ഞാനും വിളിച്ചോട്ടെ? Sure, why not? മീനുക്കുട്ടി, മീനുക്കുട്ടിയുടെ ഭാവി husband, I mean, can you say a few words? I mean, 5 positive points that you expect in your partner, life partner. My life partner, like every girl says, loving, caring. More than that, understanding and believing in me. That person, if something happens in our life, first that person should come to me and ask about that. He shouldn't listen to a third person. And whatever secrets I have to tell him first, not a third person. So believe me, first share everything me, and even if I am having some secrets, I have to share with him. Then of course, like any girl, loving, caring, and a very humble person. Oh, if you feel that I am having that 5 qualities, will you marry me? എന്ത് പറ്റി? പറ്റത്തില്ലേ? പറ്റത്തില്ല എന്ന് പറ. Sir, any person having these 5 qualities cannot always be my pair. Yes? ഓ സാർ തോറ്റുപോയി സാറേ, കഷ്ടം. സാറിന്റെ മുഖത്ത് നോക്കി എന്നാലും ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ. അങ്ങനെ പറയാവോ? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് ഒറ്റയടിക്ക് നിരാശപ്പെടുത്താൻ കൊള്ളാവോ എൻ്റെ മീനുക്കുട്ടി? മോശമല്ലേ അത്? Sir, I'm not hurt. Sir, I'm not hurting your heart. But right now, if I say yes to your proposal, later on you will be feeling very bad and you will say that she was not a fit girl for me. അതായത് you are expecting much from others, much from your partner, but you are not going to give anything back. ലൈക്ക് സാറ് ഞാനിൽ ഡിസപ്പോയിൻ്റ് ആയിരിക്കും എന്നാണ് കുട്ടി പറഞ്ഞത്. സാറിന് ഇപ്പോൾ എസ് പറയുകയാണെങ്കിൽ, അതായത് എന്താണ് പേരെങ്ങനെയാണ്? മീനുവിന് മാത്രമാണ് കൺസെപ്റ്റുകളുള്ളത്. മീനു തിരിച്ചൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. Not like that. Okay, you told any person with these 5 qualities which I have already mentioned, I must be acceptable to that person. No, that 5 qualities is the basic 5 qualities. Apart from that, dialogue ആണ് ചോദിക്കുന്നത്. If I say yes to you right now, you will be disappointed later on. എന്നൊരു ലാസ്റ്റ് ഡയലോഗ് മീനു പറഞ്ഞിരുന്നു. Yes, because after a short period of time, when we both get to understand each other, if I feel like this person is not suitable to me, then I can't, of course, continue with that relation. I would truly say that I will be open to that person and I would say, look into his eyes and I would High openly say, expectations are always a problem, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ. സോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ മീനു എഴുതിയിട്ടുണ്ട് കുക്കിംഗ്. ഓക്കെ, സോ ഒരു റെസിപ്പി പറയാമോ? യുവർ ഓൺ റെസിപ്പി. വേറെ ആരുടെ റെസിപ്പി ആയിരിക്കാൻ പാടില്ല, ഞങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ പാടില്ല. യുവർ ഓൺ റെസിപ്പി. my own recipe, like something main course, something like that. എന്താണേലും അറിയാവുന്ന പറഞ്ഞാൽ മതി. തള്ളിയാന്നറിയാം, ചുമ്മാ ചോദിച്ചതാണ്. എഴുതിയേക്കുന്നൊക്കെ തള്ളലാന്നറിയാം. Okay, what I always like to make is biryani. Biryani is my favorite. ബിരിയാണി എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? ഇറ്റ് ഇസ് നോട്ട് എ സ്പെഷ്യൽ. Meenu's version of chicken biryani. ഓക്കെ, എന്ത് സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ അത് ചേർക്കുന്നത്? Usually every biryani, either you have the chicken curry first, the base layer, then goes the rice layer, then you mix up everything, isn't it so?
But over here, I cook the rice separately. Then it's a semi gravy. It's not a chicken fry that you get exceptionally from that, or it's not a curry also. It comes more mixed together, and after that, in between, you will be having a layer of my special gravy, which is made up of fried onions. It's actually a gravy, not simply being put over top of that. And after that, it's given in different layers. First layer is the white rice, then comes the mixed. Enough. That's delicious. Okay. Thank you, sir. And your ambition, you want to become a good teacher. At the same time, you want to carry on a catering service. Can you relate both? After becoming a good teacher, you want to start a catering service. Yes. What's it? Being a good teacher is my professional job that I want to do. But starting catering service, that is something regarding to my passion of cooking. അതിനെന്തൊക്കെ സ്റ്റെപ്സാണ് എടുത്തിരിക്കുന്നത് മീനു? Steps actually, ഇതുവരെ ഒരു ഫോം തുടങ്ങാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തൊട്ട് അതിന്റെ ഗവൺമെന്റ് ഫോർമാലിറ്റീസ് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഒരു കേറ്ററിംഗ് നമ്മുടെ നാട്ടിൽ ഈ കാഞ്ഞിരപ്പള്ളി ഒരു കേറ്ററിംഗ് സർവീസ് നാളെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്തൊക്കെ ഗവൺമെന്റ് ലീഗൽ ഫോർമാലിറ്റീസ് ഞാൻ ക്രോസ് ചെയ്യണം? പറ, എത്ര ഫോർമാലിറ്റീസ്? 6 എണ്ണം ഉണ്ട്. 6 ഫോർമാലിറ്റീസിന്റെ പേര് പറ. Sir, right now I'm not actually going to start with. ഇനി എത്ര വർഷമുണ്ട്? യു ആർ ഇൻ യുവർ ഫൈനൽ ഇയർ. No, right now I want to be a good teacher and to build my career. Later on that, once I'm settled with my family, with my husband, with my kids, then I want to start as a family business. ഒരു പ്ലേറ്റിന് എത്ര രൂപയായിരിക്കും? കേറ്ററിംഗ് സർവീസിൽ ഒരു പ്ലേറ്റിന് എത്ര രൂപയായിരിക്കും? 1 plate of food, what do you serve? ഒരു പ്ലേറ്റിന് എത്രയായിരിക്കും? Normal plate. ഒരു പ്ലേറ്റിന് എത്രയായിരിക്കും? 1 plate of food, okay. What? താനൊരു കേറ്ററിംഗ് സർവീസ് തുടങ്ങാൻ പോകുന്ന ആളാണ് ഭാവിയിൽ. ഒരു പ്ലേറ്റിന് എത്രയായിരിക്കും? It varies upon the conditions in, say, after 20 years. ഏകദേശം ഒരു റേഞ്ച് വെച്ചിട്ട് പറയൂ. Okay, per head. Okay, first of all, I will look into the number of people coming for that function. ഒരു പ്ലേറ്റിന് എത്ര രൂപയായിരിക്കും? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. Okay, straightforward, 150 rupees maybe. 150 റുപ്പീസിന് മട്ടൻ ബിരിയാണിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണിയുള്ള. ഇന്നത്തെ കാലത്ത് ഒരു കല്യാണത്തിന് വിളമ്പണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 300-350. ഓക്കെ, യു ക്യാൻ ഗോ. 150 rupees. But യു ക്യാൻ ഗോ. നോ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പ്ലീസ്. thank you. പോകല്ലേ മീനു, പോകല്ലേ, സമയം കഴിഞ്ഞില്ല. ടീച്ചറെ പൊക്കോളാൻ പറഞ്ഞ ഞാൻ പൊക്കോളാൻ പറഞ്ഞിട്ടില്ല. Sorry, sir. Sir, can I sit? അല്ലി വേണ്ട മീനു, പൊക്കോ. എൻ്റെ അടുത്ത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. പൊക്കോ. യുവർ ടൈം ഈസ് ഓവർ. Sir, if I would have met you before you married, പൊക്കോ. bye. താങ്ക് യു. യുവർ ടൈം ഈസ് ഓവർ. Thank you, Meenu. Next, Dennis Karia. ആരാണ് എന്നോട് ഇരിക്കാൻ പറഞ്ഞേ? എഴുന്നേക്കടാ. സോറി സാർ. നീ വന്ന വഴി കയറി ഇരിക്കുവാണ് ഞങ്ങളുടെ മുമ്പിൽ. സോറി സാർ. ഇവിടെ 3 പേര് വന്നു. 3 പേരുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ടിരുന്നത്. പിന്നെ നീ എന്താ കയറി ഇരുന്നത്? നിനക്ക് മര്യാദയില്ലേ? സോറി സാർ, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. ഐ അപ്പോളജൈസ്. കൊള്ളാം, എന്നായിരിക്കും. താങ്ക് യു സാർ. നിനക്ക് സ്വന്തമായിട്ട് ഒരു വാല്യൂ ഇല്ല, കണ്ടന്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ അതിനെ നീ തർക്കിക്കോ? തർക്കിക്കും. നീ തന്നെയല്ലേ ഇൻട്രൊഡക്ഷന് പറഞ്ഞത് സ്വന്തമായിട്ട് ഐ ഡോണ്ട് ഹാവ് എ വാല്യൂ, ദ പാരന്റ്സ് ഗിവ് മീ വാല്യൂ എന്ന്. സർ, ദ പാരന്റ്സ് ഗിവ് മീ വാല്യൂ മീൻസ് എനിക്ക് പറഞ്ഞു. അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഗ്യാപ്പിൽ അങ്ങ് ഞാൻ ഷൈൻ ചെയ്തേക്കാം. എനിക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ല. ജസ്റ്റ് അവർ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഓക്കെ, ടീച്ചറുടെ മോൻ, സാറിന്റെ മോൻ, അതാണല്ലേ ഉദ്ദേശിക്കുന്നത്? മാം, ഞാനിപ്പോൾ +2 കഴിഞ്ഞ് 3 ഇയറായി ബിടെക് പഠിക്കുന്നു. ഇന്നേ വരെ എൻ്റെ അപ്പൻ അമ്മ ടീച്ചറായ എൻ്റെ കേസിൽ ഇന്നേ വരെ ഞാൻ ഒരു ആനുകൂല്യങ്ങളും നേടിയിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല. ആ കൂടെ കയറിയിട്ടുള്ള കുറേ പുച്ഛങ്ങളായിരുന്നു. ഒരു ടീച്ചറുടെ സാറിൻ്റെ മോനായിരുന്നു, ഇവൻ കുറേ ആനുകൂല്യങ്ങൾ അർഹിക്കുന്നു, ഇവൻ കുറേ നേടുന്നു എന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇന്നേ വരെ എൻ്റെ അപ്പൻ അതിന് കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടിങ്ങനെ അപ്പനെ അമ്മയും പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം നിന്ന് പ്രസംഗിച്ചെങ്കിൽ അല്ല ഇവിടെ നിന്ന് സംസാരിക്കുന്നെങ്കിൽ അതിനു മുമ്പ് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ പണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു തവണ. എനിക്ക് പണ്ട് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കയറി ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊന്ന് പ്രസംഗിച്ചു. ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഇല്ല. ആ ഓവർ കോൺഫിഡൻസ് പോയ കാര്യം പറയുന്നു. അന്ന് കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നു, ഞാൻ കയറി പ്രസംഗിച്ച് ഞാൻ പ്രസംഗം സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥന പാടിയ ആൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അത്ര അബദ്ധമായിട്ടാണ് ഞാൻ തുടങ്ങിയത്. തലതിരിഞ്ഞ സ്വഭാവമായിരുന്നു അന്നും. അതെ, അന്ന് തലതിരിഞ്ഞതായിരുന്നു. പക്ഷെ ആ തല നേരെയാക്കിയത് എൻ്റെ അപ്പനായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അപ്പൻ എന്നെ പിടിച്ചു, എനിക്ക് കൃത്യമായി കൗൺസിലിംഗ് ആയിരുന്നു. അടുത്ത മീറ്റിങ്ങിന് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ കൗൺസിലിംഗ് കൊണ്ട് ശരിയായി. കൗൺസിലിംഗ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, വേറെ എന്തെങ്കിലും? ഇല്ല. എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് അത്ര
ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ? ഫാസ്റ്റ് ഹീലിംഗ് ആണ് സാറേ. പെട്ടെന്ന് ഉണങ്ങുന്നതാണ്, ഫാസ്റ്റ് ഹീലിംഗ് ആണ്. ഒറ്റ കൗൺസിലിംഗ് കൊണ്ടൊക്കെ. വായന ഇഷ്ടമാണോ? വായന ഇഷ്ടമാണ്. ഞാൻ വായനയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നേ ഉള്ളൂ. ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടില്ല. ഒത്തിരി ബുക്കുകളൊന്നും വേണ്ട. നമ്മുടെ ഈ പത്രമൊക്കെ വായിക്കാറുണ്ടോ? പത്രം വായിക്കാറുണ്ട്. ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു അവാർഡ്, അതായത് കായിക ലോകത്തെ ഓസ്കർ അവാർഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവാർഡ് ഒരാൾക്ക് കിട്ടിയതായിട്ട് അറിഞ്ഞു. ആ അവാർഡ് ഏതാണെന്ന് അറിയാമോ? ഇല്ല സർ. കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? ഇല്ല. ഞാൻ പറഞ്ഞേക്കാം. ഡോറസ് അവാർഡാണ്. പത്രം വായനയുണ്ട്. പത്രം വായനയുണ്ട്. ഇവിടെ ഇരിക്കുന്ന അറ്റ്ലീസ്റ്റ് വാട്സാപ്പ് സ്റ്റാറ്റസെങ്കിലും ചെക്ക് ചെയ്ത ആൾക്കാർക്ക് ഇതെന്താണെന്നോ അത് ആർക്കാണ് കിട്ടിയെന്നോ അറിയാൻ പറ്റും. എന്റെ ഫ്രണ്ട്സ് ആരും ഇട്ടിട്ടില്ലായിരുന്നു വാട്സാപ്പ് സ്റ്റാറ്റസ്. അതാണ് നിന്റെ റിലേഷൻസ് ഒക്കെ എങ്ങനെ. ഞാൻ വേറെ ചോദിച്ചോട്ടെ, ലിയോ ഫോൾസ്റ്റോയ് ആരാ നിനക്കറിയോ? ലിയോ ഫോൾസ്റ്റോയ്. ഇല്ല സാർ, അറിയില്ല. ഞാൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന ആളല്ല. സൂപ്പർ. ഞാൻ സ്പോർട്സിനെ ഫോളോ ചെയ്യുന്ന ആളല്ല. മറ്റേ 1983 സച്ചിന്റെ പടം കാണിച്ചപ്പോൾ ഇല്ല ഏട്ടാ ഞാൻ സിനിമയൊന്നും കാണാറില്ലെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാരും ഞെട്ടിപ്പോയി. നീ ഫുട്ബോൾ ഫോളോ ചെയ്യില്ല, പക്ഷെ നീ പുസ്തകം വായിക്കാറില്ലേ? എടാ, വേൾഡ് ഫേമസ് ഓതേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ആളുടെ പേരാണ് ലിയോ ഫോൾസ്റ്റോയ്. ലിയോ ഫോൾസ്റ്റോയ് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യും. മെയിലിൽ നീ ഹോബീസിൽ എഴുതരുത് പുസ്തകം വായിക്കുന്നു. മാം ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ബിഗിൻ ചെയ്ത ഒരാളാണ്. വായിക്കുന്നത് ബാലരമ കഴിഞ്ഞു. ഞാൻ ആ കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരു സാഹിത്യം എന്ന് പറയുന്നത് ബഷീറിന്റെ മതിലുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ അത്രയൊക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ബുക്ക് വായിക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷെ ഞാൻ ഈ വായിക്കുന്ന ആൾക്കാർ, ഞാൻ എന്താ പറയാ, ഈ ഭയങ്കര ബുദ്ധിജീവി മോഡലിൽ ബുക്ക് വായിക്കാതിരിക്കുന്ന ആളാണ്. അതായത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതാണ് നിന്റെ മെയിൻ ഹോബി, ബുക്സ് റീഡിങ് അല്ലേ? നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ചെലവഴിക്കുന്നതിനാണല്ലോ ഹോബി എന്ന് പറയുക. വായന തുടങ്ങിയേ ഉള്ളെങ്കിൽ ബാലരമ കഴിഞ്ഞെന്നാ പറഞ്ഞത്. ബാലരമയുടെ സ്റ്റേജ് കഴിഞ്ഞെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ ഒന്നാമത് ഇവിടെ കിട്ടുന്ന ഇംഗ്ലീഷ് പത്രമാണ്. മലയാളം ഇവിടെ 5 പത്രം ഇവിടെ കിടപ്പുണ്ട്. ഇവിടുത്തെ ഹോസ്റ്റലില്ലെങ്കിൽ കോളേജിലുണ്ടല്ലോ 5 പത്രമുണ്ട്. ഇനി അത്ര താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി വായിക്കാമായിരുന്നു. ഹോസ്റ്റലിലല്ല, പറഞ്ഞാൽ കിട്ടുമല്ലോ. എല്ലാ ദിവസവും പോയി പത്രം മേടിക്കാൻ പോണ്ടേ? പത്രം അവിടെ കൊണ്ടുതരുമല്ലോ. സാധാരണ എല്ലാവരും കടകളിൽ പോയാണോ പത്രം വാങ്ങുന്നത്? അല്ല, ഹോസ്റ്റലിൽ എനിക്ക് ആരും കൊണ്ടുതരാനാ? തരും. താൻ പറഞ്ഞു നോക്കിയാൽ പൈസ കൊടുത്താൽ കൊണ്ടുതരും. ഞാൻ പറഞ്ഞു നോക്കാം. ഇനി ഓക്കെ. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ സ്പോർട്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ശ്രീനിവാസൊക്കെ എവിടെയെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പത്രം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരി, ഇത് വായിച്ചിട്ട് പിന്നെ മനസ്സിലാക്കുക ശ്രീനിവാസൊക്കെ എവിടെ ആരാണെന്ന് കേട്ടോ. ഡെനിലെ, ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് റീഡിംഗ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ വന്നത്. നീ ഏത് ടൈപ്പ് പുസ്തകം വായിക്കണമെന്ന് ഇതുവരെ നീ വ്യക്തമാക്കിയിട്ടില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇന്ദുലേഖ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ദുലേഖൻ ഇഷ്ടമാണോ? ഇന്ദുലേഖ, ഞാൻ ആ ബുക്ക് എനിക്ക് വായിക്കാൻ ഇതുവരെ ബുക്കിന്റെ കാര്യം ചോദിച്ചില്ലോ. ഇന്ദുലേഖ എന്ന് കേട്ടിട്ടുണ്ടോന്നല്ലേ ചോദിച്ചോളൂ. ഞാൻ തേർഡ് ഇയർ. സെക്കൻഡ് ഇയറിൽ ഒരു ഇന്ദുലേഖ ഉണ്ട്. ആ കാര്യം സാർ ചോദിച്ചത് എനിക്കറിയില്ല അങ്ങനെ ഒരാളെ. നീ പിന്നെ വായിച്ചിട്ടുള്ള ബുക്കിന്റെ കാര്യത്തിലേക്ക് നീ ചാടി കയറണം എന്തിനാ? ആദ്യം നീ ബുക്കെല്ലാം വായിച്ചിട്ടുള്ള ആപ്പാടെ വായിച്ചാണ് ബുക്കും മതിലുകളാന്ന് പറഞ്ഞു. ഞാൻ ഇന്ദുലേഖൻ അറിയുമെന്ന് ചോദിച്ചു, നീ അറിയുമെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ നീ അത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ എന്തിനാ? ഇന്ദുലേഖ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാ. ഏത് ഇന്ദുലേഖ എന്ന് എനിക്ക് ചോദിക്കാൻ പാടില്ലേ? പുസ്തകമാണോ അതോ ബുക്കാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ, ആരെങ്കിലും പേരാണോ എന്ന് എനിക്ക് ചോദിക്കത്തില്ലേ? നീ എന്തിനാ ഈ തോക്കി കയറി ക്വസ്റ്റ്യൻ മൊത്തം കേട്ടിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അറിയാവുന്ന ഇന്ദുലേഖ ഏതാ? അറിയാവുന്ന ഇന്ദുലേഖ ചന്ദുമേനോന്റെ ഇന്ദുലേഖ. പിന്നെ ഇത് മുമ്പേ പറഞ്ഞ് അത് വായിച്ചിട്ടുണ്ടോ? ഏത് ഇന്ദുലേഖ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ഒറിജിനൽ കോപ്പി കൈ കിട്ടിയിട്ടില്ല. ഒറിജിനൽ കിട്ടിയാലേ വായിക്കൂ. വലിയ പാർട്ടിയാ. നിനക്ക് പോവാം. Thank you, Daniel. Next, Sneha Margaret Abraham. സ്നേഹ. Yes, sir. Good afternoon. Good afternoon. ഇരിക്കും സ്നേഹ. സ്നേഹ, കട്ടപ്പനയിൽ എത്ര താലൂക്കുകളുണ്ട് സ്നേഹ? കട്ടപ്പനയിൽ എൻ്റെ അറിവിൽ 2 താലൂക്ക്, അതിൽ കൂടുതലുണ്ട്. എൻ്റെ അറിവിൽ ഉള്ള താലൂക്കുകളും എൻ്റെ അറിവില്ലാത്ത താലൂക്കുകളും ഭൂപടത്തിലുള്ള താലൂക്കുകളും അല്ല വേണ്ട. കട്ടപ്പനയിൽ എത്ര താലൂക്ക്? കട്ടപ്പന ഒരു താലൂക്കല്ല. കട്ടപ്പന ഇരിക്കുന്നത് ഇടുക്കി താലൂക്കിലാണ്. കട്ടപ്പനയിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ എത്ര താലൂക്കുകളുണ്ട്? ഇടുക്കിയിൽ എത്ര താലൂക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കട്ടപ്പന ഒരു താലൂക്കാണോ? അല്ല, കട്ടപ്പന ഒരു മുനിസിപ്പാലിറ്റിയാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി? അതെ, സിൻസ് 2014. അതില് കുറച്ച് അഹങ്കാരമുണ്ടോ? അതെ, അഹങ്കാരമാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയതിൽ അഹങ്കരിക്കുന്നു? കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയതിൽ അഹങ്കരിക്കുന്നില്ല. കട്ടപ്പനക്കാരി ആയതിൽ ഞാൻ അഹങ്കരിക്കുന്നു. സ്വന്തം നാടിനെ കുറിച്ച് ഒരു തിരിച്ചറിവുള്ളത് നല്ലതാണ്. അഹങ്കരിക്കുന്നു എന്നാണോ സ്നേഹ പറഞ്ഞേ?
അതെ, അഹങ്കരിക്കുന്നു. ഈ അഹങ്കാരവും അഭിമാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമോ? അഭിമാനം എന്ന് പറയുമ്പം എന്താ, അഹങ്കാരം തന്നെയാണ് കട്ടപ്പന ഞങ്ങൾക്ക്. ആർക്ക്? താൻ തന്നെ ഉള്ളൂലോ കട്ടപ്പനക്കാർക്ക്. എനിക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരമല്ല പറഞ്ഞേ. അഭിമാനവും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്റെ ചോദ്യം. അത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ കുറിച്ച് ഒക്കെ നമുക്ക് തന്നെത്താൻ ഒരു വിലയിരുത്തൽ ആണ് അഹങ്കാരം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം ബാക്കിയുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു അഹങ്കാരത്തോടെ തന്നെ പറയാൻ പറ്റും. കേട്ടോ, കേട്ടോ, തല മരച്ചു പോകുന്നു കേട്ടോ. എന്താ ഇത്? ഒരു കുട്ടിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ പറയുന്നത്? കുട്ടിയല്ലല്ലോ സാർ, ഇപ്പം പിന്നെ ആരാ? മുതിർന്നില്ലേ? സത്യം. മുതിർന്ന ഒരാളോട് ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ പ്രേമമെന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെയാ കേട്ടത്? സിനിമയിൽ കേട്ടിട്ടുണ്ട്, കോളേജിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് സ്വന്തം കാര്യത്തിൽ അനുഭവത്തിൽ നിന്ന് വല്ലോ? ഉണ്ട്. ഓക്കെ, കൊള്ളാം. പ്രേമം നല്ലതാണോ മോശമാണോ? ചില കാര്യങ്ങളിൽ നല്ലതാണ്, ഒത്തിരി അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ്. താങ്കളുടെ അനുഭവത്തിൽ എന്താണ്? അത് പറഞ്ഞാൽ മതി. ഒന്നുകിൽ മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ്. രണ്ടു തരത്തിൽ ഏതെങ്കിലും ഒന്ന് പറയണം. നല്ലതാണ്. ഏതർത്ഥത്തിൽ? എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ ഒരാളാണ്. പിന്നെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഒരു അഡ്വാൻറ്റേജ്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഹെൽപ്പ് ചെയ്യാന്നാണെന്ന്? അത് പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാലോ സർ. നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ഹോം ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഷെയർ ചെയ്യാൻ ഇത് വീട്ടിൽ ഷെയർ ചെയ്തൂടെ? വീട്ടിൽ ഷെയർ ചെയ്യാം. വീട്ടിൽ ഷെയർ ചെയ്യാതെ പിന്നെന്തിനാണ് ഒരു പ്രേമത്തിന്റെ ലെവലിലേക്ക് പോകുന്നതെന്നാണ് ചോദിച്ചത്. വീട്ടുകാരെ നമ്മൾ പറയുന്നത് എന്തോ അറിയൂലോ, അപ്പൊ പിന്നെ വീട്ടുകാരെല്ലാം അറിയുന്നുണ്ടോ? സ്നേഹിക്ക് റിലേഷൻ ഉണ്ടോ? ബോയ് ഫ്രണ്ട് ഉണ്ട്. സ്നേഹ, ബ്രാഡ് പിറ്റ് എന്താണെന്നറിയോ? ഇല്ല സർ. ബ്രാഡ് പിറ്റിനെ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? അറിയില്ല. എന്താ സർ, ഒന്നുകൂടെ പറയാം. ബ്രാഡ് പിറ്റ് കേട്ടിട്ടില്ല? ഇല്ല. ജാക്വലിൻ ഫെനിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനാ ഉപയോഗിക്കുന്ന അറിയത്തില്ല? ഇല്ല. ഈ രണ്ട് വസ്തുക്കൾ എന്തിനാ ഉപയോഗിക്കുന്ന സ്നേഹിക്കറിയില്ല? ഇല്ല. എഞ്ചിനീയറിംഗ് 4th ഇയർ ആയിട്ട് ഏത് ബ്രാഞ്ചാണ്? EC. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിക്കുന്ന ഈ ഒരു കുട്ടിക്ക് ഈ രണ്ട് എലമെന്റ്സ് എന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടേ ഇല്ല. ബ്രാഡ് പിറ്റ് ആൻഡ് ജാക്വലിൻ ഫിനിക്സ് എന്നൊരു സംഭവം നിങ്ങളുടെ ഈ ട്രാൻസിസ്റ്റേഴ്സിലും ട്രാൻസ്ഫോമേഴ്സിലും പഠിച്ച സംഭവത്തിൽ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല? ഇല്ല. ഒരിടത്തും കേട്ടില്ല. അഖിൽ, ആ കുട്ടിക്ക് ഹോബീസേ ഇല്ല, ഫോണിൽ കുത്താണ് പുള്ളിയുടെ ഹോബി എന്നാണ് എണീക്കുന്നത്. ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, നോ ഹോബീസ് ചാറ്റിംഗ്. എന്താണ്? ബ്രൗസിംഗ് ഇൻ ഫോൺ അല്ലേ? ബ്രൗസിംഗ് ഇൻ ഫോൺ. ഒരു ഹോബി ഇല്ല. അതാണ് മാം ആലോചിച്ച് നോക്ക്. ഒരു ഹോബി ഇല്ലാത്തൊരു വ്യക്തിക്ക് അത്രയും വിവരമേ ഉണ്ടാവുള്ളൂ. ഹോബി ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ബ്രൗസിംഗ് ഇൻ ഫോൺ. അതെന്താ താൻ ഉദ്ദേശിച്ചത്? ഇതിനു മുമ്പ് പറഞ്ഞ ആളുമായിട്ടുള്ള ചാറ്റിംഗ് ആണോ ഉദ്ദേശിച്ചത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ ഞാനത് ഫോണിൽ തന്നെ. ഫോണിൽ എന്താ താൻ ചെയ്യുന്നത്? പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ആണോ? അല്ല, ഫോണിൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത എന്തോ ആണോ? അല്ല, പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് പറയാൻ പറ്റുന്നതാണ്. ഒന്ന് പറയൂ, എന്താണ് നമുക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കാണാം. നമുക്ക് മ്യൂസിക്കൽ വീഡിയോസ് കാണാം, ബാക്കിയുള്ളവരുടെ ഡാൻസ് കാണാം, ബാക്കിയുള്ളവരുടെ വീഡിയോസ് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ. ഹോബി ആയിക്കൂടെ? അതൊരു ഹോബി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല. പാട്ട് പാടുവോ? പാട്ട് വേണേ പാടാം, നിർബന്ധിച്ചാൽ പാടാം. ഡാൻസ് ചെയ്യോ? ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാറുണ്ട്. 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യാവോ? ഓക്കേ സർ. ക്ലാസിക്കൽ ഇഷ്ടമുള്ളത് പെട്ടെന്ന് വേണം, നമുക്ക് സമയമില്ല. പാട്ട് പാടി കളിക്കണം കേട്ടോ, ഞങ്ങൾക്ക് പാട്ട് വെക്കാൻ സമയമില്ല. അതിന്റെയൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് സമയം പോകും. ആ മൂടങ്ങ് പോയി, ഡാൻസ് കളിക്കണ്ട. മിടിക്ക് കേട്ടോ, പോരെ. കളിച്ച പോലെ ഞങ്ങളെ കണ്ടോളാം, യൂട്യൂബിൽ കണ്ടോളാം. ചെയ്തിടാം സർ. അപ്പം ഞാൻ ചോദിച്ച 2 കാര്യം, ഈ 4th ഇയർ ECയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബ്രാഡ് പിറ്റ് ആരാണെന്നും ജാക്വലിൻ ഫിനിക്സ് ആരാണെന്നും അറിയത്തില്ല. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അറഗൻ ഫീൽ ആണ് തരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് തോന്നില്ല ഇവിടെ ഇരുന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു അഹങ്കാരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. നിങ്ങൾക്ക് മാർക്ക് വീഴുന്ന ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ് അവിടെ ഇരുന്നിട്ട് അറിയില്ല ചിരിച്ചോണ്ട്. ഞാൻ തമാശയായിട്ട് എന്തെങ്കിലും പറഞ്ഞു, പിന്നെ എന്തിനാ ചിരിക്കുന്നത്? ഇവിടുന്ന് എന്റെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് കൂടുന്ന ചിരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇരിക്കുന്ന 4 ജഡ്ജിങ് പാനലിൽ 4 പേർക്ക്, ഞങ്ങൾക്ക് 4 പേർക്ക് ഞങ്ങൾ ചിരിയല്ല ഉദ്ദേശിക്കുന്നത്. സ്നേഹ, മുങ്ങി ചത്തോണ്ടിരിക്കുമ്പോഴും ചിരിക്കുക എന്നുള്ളത് നല്ലൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് അഭിമാനം എന്നല്ല പറയാ, അഹങ്കാരം തന്നെ പറയാ. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ. ഞാൻ ഏഞ്ചലീന ജോളി എന്ന് കേട്ടിട്ടുണ്ടോ?
ജൂണി ഇല്ല. സാർ ഏറ്റവും കേട്ടിട്ടില്ല. ഏറ്റവും ബേസ് ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിനാ ഉപയോഗിക്കുന്ന അറിയോ? ഉപയോഗിക്കുന്നല്ലോ, അതൊരാളാണല്ലോ. ഹിറ്റ്ലറിനെ കുറിച്ച് പറയൂ. ഹിറ്റ്ലർ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, ആകെ അറിയാവുന്ന ഹിറ്റ്ലറാ. താൻ എണീറ്റ് പോക്കോ. അല്ല, എണീറ്റ് പോക്കോടോ. താങ്ക് യു ഗൈസ്. അതെന്തിനാ അത്രയും ആഡംബരം? ഒരുപാട് ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾക്ക് അവർ എനിക്ക് കയ്യടി തന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നന്ദി പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. വിവരക്കേടിന് കൈയടിച്ചതല്ല അവരെ, ഒന്ന് പോകാൻ വേണ്ടി കൈയടിച്ചതാ. ആണോ ആണോ ആണോ? ആരെങ്കിലും പറഞ്ഞോ പോണോ? താങ്ക് യു, താങ്ക് യു. ടൈം ഈസ് ഓവർ. താങ്ക് യു സ്നേഹ. നെക്സ്റ്റ് സാൽജോ സൈമൺ. നമസ്കാരം. ആരാ ഇരിക്കാൻ പറഞ്ഞേ? എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. ആര് പറഞ്ഞു? എന്നാ എണീറ്റുക. സിൽജോ സൽജോ. സൽജോയോട് പറഞ്ഞില്ലല്ലോ. ഇല്ല. കല്യാണത്തിന് പലരെയും വിളിച്ചവരുണ്ടാവും. വഴിയെ പോകുന്നവൻ കയറി കഴിച്ചിട്ട് എന്നെ വിളിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാലും പുറകിൽ പോയി ഇരിക്കാലോ സാർ. പുറകിൽ പോയി ഇരിക്കാൻ വിളിച്ചാലിരിക്കണം, അല്ല കഴിക്കണം. വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് സാർ. പലയിടത്ത് പോയിട്ടുണ്ട്. ഇത് സ്ഥിരം പണിയാ. എന്നാ നീ ഇരിക്കടാ. സാൽജോ എഴുതിയൊരു പോയിന്റ് ഞാൻ നോട്ടീസ്. എല്ലാവരും എൻ്റെ പേര് കേട്ടിട്ട് വണ്ടർ അടിക്കുന്നത്. ഈ വായിച്ച് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു ഫീലിംഗ് തോന്നില്ല സാൽജോ എന്ന് കേട്ടിട്ട്. പിന്നെ എന്തിനാ ഈ കാണുന്നിടത്തല്ല എഴുതി വെച്ചിരിക്കുന്നത്? അതൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പേര് സാൽജോ എന്നല്ല, സൽജോ എന്നാണ്. Okay. സൽജോ സൈമൺ എന്നാണ് പേര്. ഓക്കെ. ഇതിൽ വണ്ടർ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പേര് ഇട്ടു എന്ന്. സൽജോ വൈ SALJO. ഓക്കെ. സോ അതുകൊണ്ട് മാത്രം എഴുതിയതാണ് അത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലോ. ഇവിടേക്ക് ഞങ്ങൾ ഇത് 4 പേര് സൽജോടെ ഈ ബയോ വായിച്ചപ്പോൾ ഇതെന്താ ഇവൻ എങ്ങനെ എഴുതിയേക്കുന്നത്? ഞങ്ങൾക്ക് 4 പേർക്കും വായിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെ ഒരു ബയോ ഇല്ല, നിങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ പേര് കേട്ടിട്ട് എല്ലാവരും എന്നെക്കുറിച്ച് വണ്ടർ അടിക്കുന്നൊക്കെ എഴുതി വെക്കുന്നത് എന്ത് നോൺസെൻസ് ആണ് സൽജോ? വണ്ടർ അടിക്കുന്നതല്ല, ജസ്റ്റ് സൽജോ സൈമൺ എന്ന പേര് എന്തുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അമാനുഷിക പേരായിട്ട് തോന്നുന്നില്ല സൽജോ സൈമൺ എന്നുള്ള കാര്യം. അല്ല, സൽജോ നിങ്ങൾ തന്നെ എൻ്റെ പേര് ഞാനൊരു വലിയ മനുഷ്യനാണ്, എൻ്റെ പേര് ഞാൻ സംതിങ് ആണ്, എൻ്റെ പേര് എല്ലാവരും കേട്ടിട്ട് വൗ ദിസ് ഈസ് സംതിങ് എന്ന് വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ തന്നെ ആദ്യം ഒരു പ്രീ റിക്വസ്റ്റ് ഇമേജ് കൊടുക്കുകയാണ് നിങ്ങൾക്ക്. നിങ്ങളല്ല, നിങ്ങൾ വേറൊരു ഇമേജിനുള്ളിൽ നിങ്ങളെ നിർത്തിയിട്ട് നിങ്ങൾ സംതിങ് ആണെന്ന് ബാക്കിയിരിക്കുന്ന ക്രൗഡിനെ പറഞ്ഞ് കാണിക്കാൻ ട്രൈ ചെയ്യാണ്. യു ആർ ഫേക്ക്. ഞാൻ നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ഈ പ്രൊഫൈൽ വായിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യു ആർ കംപ്ലീറ്റ്ലി ഫേക്ക്. യു ആർ പ്രിറ്റൻഡിങ് ദാറ്റ് യു ആർ സംതിങ്. അതെ, അല്ലെന്ന് പ്രൂവ് ചെയ്തതാണ്. അല്ലെന്ന് 1 മിനിറ്റ് സമയത്ത് 1 മിനിറ്റ് പ്രൂവ് ചെയ്തു. നിങ്ങൾ ഫേക്ക് അല്ല, നിങ്ങൾ ജെനുവിൻ ആണ്. വാട്ട് യു ഹാവ് റിട്ടൺ ഹിയർ ഈസ് സംതിങ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ജെനുവിൻ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ അതിൽ എഴുതിയത് എന്താ വെച്ചാൽ എന്തുകൊണ്ട് എന്റെ പേര് സൽജോ സൈമൺ അതിൽ ഇട്ടു എന്നത് പലരും എന്നോട് അത് ചോദിക്കാൻ. മാത്രമല്ല ഞാൻ പറഞ്ഞത്, ബാക്കി കംപ്ലീറ്റ് എഴുതിയ കാര്യങ്ങളിലും യു ആർ ഹൈഡിങ് യുവർ സെൽഫ് ബിഹൈൻഡ് സംതിങ്. നീ പ്രിറ്റൻഡ് ചെയ്യാണ്. സൽജോ നാൾ ഇതല്ല, സൽജോ നാളൊരു ഫേക്ക് ആണ്. അല്ല, ഞാൻ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരിയും സത്യമാണ് എഴുതിയിരിക്കുന്നത്. പാരന്റ്സ് എന്നോട് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ഗിവൺ എ നെയിം ഫോർ എ റീസൺ. താൻ നെർവസ് ആവുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാ ഒന്ന് എണീറ്റേ. ഓക്കെ, ഇനി പറഞ്ഞോ. എന്റെ അതിലെ തനിക്ക് നിന്റെ പേരല്ലാതെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ലൈഫില്? ഞാൻ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ ഹോബീസും ഡിഫറെന്റ് ആണ്. അല്ല മാം, എനിക്ക് ഏറ്റവും ഇവനോട് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചേക്കുന്നത് അവന്റെ പേരിന് റീസൺ. ഇതുവരെയായിട്ട് അവന്റെ പേരിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മീനിങ് അറിയോ തന്റെ പേരിന്റെ? അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. താനിപ്പോ നിക്കല്ലേ? ഞാൻ നിക്കാണ്. നീണ്ട അലച്ചിലല്ലേ പേരിന്റെ അർത്ഥം തേടിയുള്ളേ. അതെ, ഞാൻ എന്റെ പേര് എന്താ, എന്റെ പേരിനുള്ള അർത്ഥം ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, സൽജോ എന്നല്ലേ? സാൽജോ അല്ല, സൽജോയുടെ ഒരു വൈൽഡ് ഡ്രീമിനെ കുറിച്ച് ക്യാൻ യു മേക്ക് എ few sentences regarding your wild dream that can happen within a couple of years എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഒരു പെജന്റ് ഫാനാണ്. അതായത് ബ്യൂട്ടി കോമ്പറ്റീഷൻസിന്റെ ഒരു ഫാനാണ്. സോ ഞാൻ ഒരു ആഗ്രഹമുണ്ട്, ഒരു കുറച്ചുകൂടി ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പങ്കെടുത്ത് അതിൽ വിൻ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. ബ്യൂട്ടി കോമ്പറ്റീഷൻസ് ഒക്കെ പറയുമ്പോൾ അതായത് നമുക്ക് പല ഫാഷൻ ടി വി അല്ല, ജസ്റ്റ് അതിന്റെ ക്രൗൺസ് നമ്മൾ മിസ് വേൾഡ് അങ്ങനെ പറയുന്ന പോലെ തന്നെ മിസ്റ്റർ വേൾഡും മിസ്റ്റർ യൂണിവേഴ്സ്. ഞാൻ പറഞ്ഞില്ല സാർ, ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ആള് ഫേക്ക് ആണ്. ആളിതിന്റെ ഫാഷൻ ടി വി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ പറയുന്ന ഒരു ഫേക്ക് ഐഡന്റിറ്റി നിന്നിട്ട് അവന് പേജന്റിലോട് താല്പര്യം ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അല്ല, ഫാഷൻ ടി വി കാണാത്തായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ലായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഫാഷൻ ടി വി കാണാതെ ആരും ഇല്ലായിരിക്കുന്നു. നീ എങ്ങനെയാ പറയണേ? സാർ കണ്ടോ ചോദിച്ചു, കണ്ടിട്ടില്ലെന്ന് ഇപ്പൊ പറയും. ചോദിച്ചു നോക്ക്.
കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്ന് ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറയരുത്, ആ ഡയലോഗ് പറയരുത്. എല്ലാവരും നീ നിന്നെ കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും ഒരേ തട്ടി കാറ്റഗറൈസ് ചെയ്യും. ഇവിടെ കാണാത്ത ആൾക്കാരുണ്ട്. ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ആദ്യം എല്ലാരും കണ്ടിട്ടുണ്ട്, അത് മജോറിറ്റിയിലേക്ക് വന്നു. അല്ല, ഒരു പ്രൊപ്പോർഷൻ നോക്കും. അപ്പൊ തന്നെ നീ പറയുന്നത് ഫേക്ക് അല്ലേ എല്ലാം? അല്ലല്ലോ, നീ ആദ്യം പറഞ്ഞു എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന്, ഇപ്പൊ നീ പറഞ്ഞു മജോറിറ്റി ആളുകൾ നോക്കി. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ. ഇനി നീ പറയും, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്, നീ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ട കാര്യം നിനക്ക് അറിയാൻ പാടില്ല. ശരിയല്ലേ? നീ കണ്ട കാര്യം നീ പറഞ്ഞാൽ മതി. മെജോറിറ്റി ഓഫ് ദ. ഇനി ഒരു കാര്യം, നിനക്ക് കുക്കിംഗ് ഇഷ്ടമാണ്? കുക്കിംഗ് ഇഷ്ടമാണ്. ചെട്ടിനാട് ചിക്കൻ കറി കേട്ടിട്ടുണ്ടോ? ചെട്ടിനാട് ചിക്കൻ കറിയും സാധാരണ ചിക്കൻ കറി വ്യത്യാസം എന്താ? ഒറ്റ റെസിപ്പിയാണ് അതിനെ മാറ്റുന്നത്, ഒരൊറ്റ റെസിപ്പി. നീ കൂടുതൽ ഇതിന് എരിവ് കൂടുതലാണെന്നും പുളി കൂടുതൽ എടുത്ത് പറയണ്ട. ഒരൊറ്റ റെസിപ്പിയാണ് ചെട്ടിനാട് ചിക്കൻ കറിനെ സാധാരണ ചിക്കൻ കറി വ്യത്യസ്തമാക്കുന്നത്. ആ റെസിപ്പി എന്താണെന്ന് പറ. അതിൽ മസാലയുടെ എമൗണ്ട് കൂടുതലായി. എന്ത് മസാലയുടെ? മസാല ഉള്ളത് അല്ല, ഗരം മസാല. നിലത്ത് കിടന്ന് ഉരുളല്ലേ മോനെ, നീ എന്താന്ന് പറ, എന്താണ് ഏത് മസാലയാണ് അതിനകത്ത് കൂടുതൽ? അതിലുള്ളത് ഞാൻ പറയാം, കുരുമുളകിന്റെ. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മാറ്റമില്ല, നീ ഫേക്കാണ്. നീ ഫേക്കാണ്. നിനക്ക് ഇവിടെ ഹോബി എന്നൊരു ടാഗ്ലൈൻ തന്നിട്ടുണ്ട്, നിനക്കൊരു ഹോബി എഴുതണം, വേറൊന്നുമില്ല. അതിൽ നീ എഴുതി കണ്ടുപിടിച്ചൊരു സാധനമാണ് കുക്കിംഗ്. ഒരു റോ ആയിട്ടുള്ള ഒരു വൈഡ് ഏരിയ കുക്കിംഗ്. അല്ല, ഒരിക്കലും അല്ല. എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. നിന്റെ ഹോബിയാണ് കുക്കിംഗ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പോയിട്ടില്ല അതില്. ഇതുവരെ നീ ഒരു ടോട്ടൽ ഫെയിലിയർ ആണ്. ഓക്കെ, ടു പ്രൂവ് യുവർ സെൽഫ് വാട്ട് യു ക്യാൻ ഡു ഇൻ 2-3 seconds. 2-3 seconds. ഓക്കെ. ഇതുവരെ നീ ഞങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിന് ഒറ്റ ക്വസ്റ്റ്യൻ, ഇത്രയും 4 പേര് ചോദിച്ച ഒരു ക്വസ്റ്റിന് പോലും നിന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ നീ ഒന്നും തന്നിട്ടില്ല. യു ആർ സീറോ, കംപ്ലീറ്റ്ലി സീറോ. ഇപ്പൊ നിന്നെ ഈ ഒരു മൊമെന്റിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് മാർക്ക് ഇടാൻ പറഞ്ഞാൽ വി ഓൾ വിൽ പുട്ട് 0 ഫോർ യു. സോ ഇനി നിനക്കുള്ള മിച്ചമുള്ള ഒരു 1 minute ഉണ്ട്. യു ക്യാൻ ഡു സംതിങ് ടു കൺവിൻസ് ദ ഹോൾ ക്രൗഡ്. ഞാനൊരു മാപ്പിളപ്പാട്ട് പാടാം, ഇതിലേക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. മക്ക ബക്കൂൽ മിക്ക ഹക്തിലതൃപ്പം ബംഗീഷം മികവ മിക്കോർ സുഹൃദപ്പം ഷൗക്കിലരിപ്പം ബംഗോഷം മികവ ഇതിനാണോ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു? നീ തന്നെയാണോ പാടിയത്? വേറെ വല്ലവരും? നീ തന്നെ പാടിയിട്ട് ഇതിന് ഫസ്റ്റ് കിട്ടിയത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ആയിക്കോട്ടെ, പൊക്കോളൂ. സോ വൺസ് അഗൈൻ ഈ പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ ചീഫ് ജസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അഖിൽ ജോസഫ് ചേട്ടനാണ്. ചേട്ടനെ 2 മിനിറ്റ് സ്റ്റേജിലേക്ക് വിളിക്കും. എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ 4th ഇയേഴ്സിന്റെ ഫസ്റ്റ് ഇയർ അഖിൽ ചേട്ടൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ ക്രിഡോക്സ് സ്റ്റോക്കീസ് എന്നൊരു വലിയ സംരംഭത്തിന്റെ ഉടമയായിരുന്നു പുള്ളിക്കാരൻ. സോ വിൽ ഗിവ് ഹിം 2 minutes ടു സേ ഈ കോളേജിൽ ഒന്നുകൂടെ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കുണ്ടായ അനുഭവം. ഗുഡ് ഈവനിങ് എവരിവൺ. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ വെനെവർ വി ആം കമ്മിങ് ബാക്ക്, ഈ ഒരു ഇവൻറ്റ് ഓർഗനൈസ്ഡ് ആകുന്ന ഒരു സ്റ്റൈൽ ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഇയർ ബൈ ഇയർ. ഓരോ വർഷം വരുമ്പോഴും ഓരോ ജൂനിയേഴ്സ് അത് ഓർഗനൈസ് ചെയ്ത് കാണുമ്പോഴും നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതിന് ഈക്വലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊടിക്ക് മേലെയോ എക്സിക്യൂട്ടഡ് ആവുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് ഈവൻ ഐ വാസ് വെരി സർപ്രൈസ് വിത്ത് ദ പ്രോമോ വീഡിയോ. കാരണം ഞാൻ ഇതിൻ്റെ ചെയർമാൻ അസീമിനെ പേഴ്സണലി ഞാൻ വിളിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടം. കാരണം റീസെൻ്റ്ലി കണ്ട പ്രോമോ വീഡിയോകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോമോ വീഡിയോ ആയിരുന്നു ആഷുവിൻ്റേത്. എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഓർഗനൈസ്ഡായി ഇത് കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അലൂമിക്സ് എന്നല്ല ഞങ്ങൾക്ക് ആകെയുള്ള കോളേജിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഇവൻറ്റ്സ് അഷു അറീന ആൻഡ് അൽസെ ഇവരെല്ലാം നിൽക്കുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക, ആൽമരത്തിൻ്റെ കീഴിലാണ്. അനു എബ്രഹാം സാർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഒരു വലിയ മനുഷ്യനെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇത് ഓർഗനൈസ്ഡ് ആകുമ്പോൾ അത് ആ മനുഷ്യൻ്റെ എല്ലാവിധ സപ്പോർട്ടുള്ളവർക്ക് ഉണ്ടാകുന്നതുകൊണ്ടും അത് നല്ല രീതിയിൽ നടക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷം തിരിച്ചു വരാൻ പറ്റിയതിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് സന്തോഷം. അലനും ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനും വിളിച്ചതിലും ഇതിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് thank you. That's it. So once again, thank you everyone. Have a nice day. ഇതിന്റെ റിസൾട്ട്സ് കൺക്ലൂഡിംഗ് സെറമണിയിൽ അറിയിക്കുന്നതായിരിക്കും. Thank you.